പ്രൈസ് ദി ലോർഡ്. വിമൺ ഫോർ ജീസസിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ള ഒരു പ്രാവശ്യം വെൽക്കം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോകുകയാണ്. പ്രാർത്ഥിച്ചാരംഭിക്കാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ തൊക്കണം. അവിടുന്ന് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. കൃത്യമായി ഞങ്ങളുടെ നടുവിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഗീതകൃഷ്ണനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കെല്ലാം വലിയ ആത്മീക അനുഗ്രഹത്തിന് കാരണമായി തീരാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. സന്നിധിയിലേക്ക് മുറ്റുമായി സമർപ്പിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേകമാകുന്ന അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ പൊതിയണം. അനുഗ്രഹിച്ചാട്ടപ്പ വലിയ ഒരു ദൈവപ്രവൃത്തിയുടെ സമയങ്ങളാക്കി തീർക്കണം. അങ്ങനെ സംഭവിച്ചിരിക്കൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കും തിരുവനന്തപുരത്തു നിന്ന് പ്രിയ സിസ്റ്റർ ഗീതയാണ്. പ്രിയ ഗീത ആൻറ്റി നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ വിമൺ ഫോർ ജീസസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് ആൻറ്റി. തിരുവനന്തപുരത്തു നിന്നാ ജോയിൻ ചെയ്തേക്കുന്നത് അല്ലയോ? ട്രിവാൻഡ്രത്ത് എവിടാ? ഏതാ സ്ഥലം? പാപ്പനംകോട്. ഓക്കെ ഓക്കെ. നമ്മുടെ ശരി, USA നമ്മുടെ മിനി സിസ്റ്റർ ആണ് നമ്പർ തന്നത്. ഓക്കെ. അന്നേരം ആന്റിക്ക് ഒന്ന് പരിചയപ്പെടുത്ത. ആന്റി എവിടെ ജനിച്ചു വളർന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? അതൊക്കെ ഒന്ന്. ഞാൻ ജനിച്ചു വളർന്നത് ബാലരാമപുരം പൈറ്റുവിള എന്നൊരു സ്ഥലത്താണ്. അത് തിരുവനന്തപുരത്ത് തന്നെ, ബാലരാമം പൈറ്റുവിള. എന്റെ വീട്ടില് എന്റെ പപ്പ മരിച്ചുപോയി. പപ്പ ഒരു 10 വർഷത്തിന് മുമ്പേ പപ്പ നിത്യതയിൽ ചേർക്കപ്പെട്ടു. എന്റെ അമ്മയുണ്ട്, സഹോദരനും കുടുംബമുണ്ട്. PWD ജോലിയായിരുന്നു, റിട്ടയർഡായി. എന്റെ ചേച്ചിയുണ്ട്, അണ്ടർ സെക്രട്ടറി ആയിരുന്നു സെക്രട്ടേറിയറ്റില്, റിട്ടയർഡായി ഒരു ഭവനങ്ങളിലുണ്ട്. പിന്നെ എന്റെ ഭർത്താവ് ട്രാൻസ്പോർട്ട് ജോലി ഉണ്ടായിരുന്നു, പെൻഷനായി. എന്റെ മകൻ വിദേശത്താണ്, ഷാർജയിലാണ്. അവിടെ മറൈൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. മരുമകളും കുഞ്ഞും എന്റെ വീട്ടിലുണ്ട്. മോളും ഭർത്താവും ഉണ്ട്. ഭർത്താവ് ഡെപ്യൂട്ടി തഹസിൽദാറാണ്. മകൾക്ക് സയന്റിസ്റ്റ് ആയിട്ട് ഒരു ജോലി കിട്ടി. പക്ഷെ ഒരു കുഞ്ഞാവാത്തതുകൊണ്ട് അതിന്റെ ആ ഭാഗമായിട്ട് അവൾ ഭവനത്തിലായിരിക്കുകയാണ്. പിന്നെ ഞാൻ എന്റെ പേര് ഗീതയാണ്. ഞാൻ നാഷണൽ സിയോൺ അസംബ്ലി എന്ന സംഘടനയുടെ കീഴിൽ സൗകര്യമാരുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അതാണ് എന്റെ പശ്ചാത്തലം. ഗീത എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസ പശ്ചാത്തലത്തിലാണോ ജനിച്ചു വളർന്നത്? ജനിച്ചു വളർന്നതൊക്കെ CSI ബാക്ക്ഗ്രൗണ്ടിലാണ്. എന്നെ വിവാഹം കഴിച്ച് അയച്ചത് കത്തോലിക്കയിലാണ്. പക്ഷെ എന്നാലും ഞങ്ങളുടെ കുടുംബപരമായിട്ട് എന്റെ പപ്പയുടെ പപ്പ ഉപദേശിയായിരുന്നു പണ്ട്. പപ്പയുടെ ചേട്ടനും പാസ്റ്ററായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഭവനത്തിന്റെ ഒരു വീട്ടിന്റെ അപ്പുറത്താണ് ഞങ്ങൾ ഒരു ചർച്ച് വെച്ചിട്ടുണ്ട്. എന്റെ പപ്പയുടെ പപ്പ വെച്ച പള്ളിയാണ്. അപ്പൊ ആലയത്തിന്റെ അടുത്താണ്. ഞങ്ങൾ CSI ചർച്ചിൽ പോയിട്ട് വന്ന് സൺഡേ സ്കൂളിനൊക്കെ ഈ ആലയത്തിലിരിക്കും, സൺഡേ സ്കൂളിനായിട്ട്. അപ്പൊ വിശ്വാസത്തിലൊന്നും ആരും അപ്പോഴും കടന്നു വന്നിട്ടില്ല. എന്റെ പപ്പയാണെങ്കിൽ 12 വയസ്സിൽ പ്രവചിക്കുന്ന ഒരു പപ്പയായിരുന്നു. 12 വയസ്സിൽ പ്രവചിക്കുമായിരുന്നു. അപ്പൊ അവിടുത്തെ പ്രവചനമൊന്നും പപ്പ പ്രവചിച്ചെന്ന് പറഞ്ഞ ഒരു അനുഭവം ഉണ്ട്. അത് അവിടുത്തെ അമ്മച്ചിമാർ ആരാധനയ്ക്ക് ഞായറാഴ്ച കടന്നു വന്നപ്പോ ഒരു അമ്മച്ചി വീട്ടിൽ ആഹാരമൊന്നും നേരെ വയ്ക്കാതെ വന്നെന്ന് പറഞ്ഞുകൊണ്ട് മോൻ കല്ലുമായിട്ട് അമ്മച്ചി എറിയാനായിട്ട് ആലയത്തിന്റെ ഫ്രണ്ടിൽ വന്നു. അപ്പോഴാണ് ഈ വരുന്ന ആളെ കുറിച്ച് പപ്പ അതിനകത്ത് പ്രവചിക്കുകയാണ്, 12 വയസ്സായ പപ്പ. അപ്പൊ ഈ കല്ല് മുട്ടിട്ട് ഈ വന്നയാള് പപ്പയുടെ മുമ്പിൽ മുട്ടുകുത്തി. അങ്ങനെ അദ്ദേഹം വിശ്വാസത്തിലോട്ട് കടന്നു വന്ന് അദ്ദേഹം ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് ആയി തീർന്നു. എന്റെ പപ്പ പിന്നീട് വിദ്യാഭ്യാസ മേഖലയില് ഡിഗ്രിയൊക്കെ മാറിവേനിയസ് കോളേജിലാണ് പഠിച്ചത്. അപ്പൊ രാഷ്ട്രീയത്തിലോട്ട് പോയി. പപ്പ ആത്മീയമായി പിന്നോട്ട് പോയി, രാഷ്ട്രീയമായി. പിന്നെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിട്ടാണ് പെൻഷൻ ആവുന്നത്. അതിന്റെ ഇടയിൽ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയി. അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഒരു ദിവസം പപ്പയെ പിടിച്ചോണ്ട് പോയി പാർട്ടിക്കാർ ഒരു വോട്ടിന് വേണ്ടി, പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒളിവിലിരുത്തി. അപ്പൊ ഞങ്ങളുടെ വീട്ടിലാരും രക്ഷയിലോട്ട് എപ്പോഴും കടന്നു വന്നിട്ടില്ല. അപ്പൊ ആ ചർച്ചിലാണെങ്കിൽ അന്ന് ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. എന്റെ അമ്മയാണെങ്കിൽ ഭയങ്കര സുവിശേഷ വിരോധിയാണ്. അമ്മ ആരാധനയ്ക്ക് വരുന്നവരെയൊക്കെ ആക്ഷേപിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ അന്ന് ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് അമ്മ പള്ളിയിലോട്ട് വന്നിരുന്നു. കാരണം പപ്പയെ കാണാത്തതിന്റെ വിഷമം. 2 ദിവസം പപ്പയെ കണ്ടില്ല. പാർട്ടിക്കാരൊക്കെ വന്ന് പറഞ്ഞു സാർ ഞങ്ങളെ കൂടെ ഉണ്ട്, കുഴപ്പമില്ല, പേടിക്കേണ്ട, 2 ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ പള്ളിയിൽ അന്ന് വന്ന് മുട്ടുമടക്കി കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോ അന്ന് പ്രവചിച്ചു, ദേവദാസന്മാർ പ്രവചിച്ചു, സാറ് കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞ് വരും, ഒരു ഗുഹയിലാണ് ഇരുത്തിയിരിക്കുകയെന്ന് പറഞ്ഞു.
അപ്പൊ 2 ദിവസം കഴിഞ്ഞതുപോലെ പപ്പയെ കൊണ്ടുവന്നു. പക്ഷെ ഗുഹയിലാണ് ഇരുത്തിയിരുന്നുള്ള തെളിവെന്ന് പറഞ്ഞാൽ ഉരുളം കല്ലെല്ലാം കയ്യിലുണ്ടായിരുന്നു, അതെല്ലാം കൊണ്ടാണ് വന്നത്. അപ്പൊ അങ്ങനെയായിരുന്നു. അമ്മ അതോടുകൂടെ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടു. പപ്പ പിന്മാറ്റത്തിലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പ്രതികൂലത്തിന്റെ മധ്യയായിരുന്നപ്പോ ദൈവം എന്നോട് സംസാരിച്ചു, നിന്റെ പിതാവ് താമസിയാതെ ദൈവത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സന്തോഷം എന്റെ ഹൃദയത്തിന് വന്നു. പക്ഷെ 2 വർഷത്തിനകം പപ്പ എന്നോടൊപ്പം ദൈവാലയത്തിൽ കടന്നു വന്ന് ഭയങ്കരമായ സങ്കടത്തോടെ അനുതാപത്തോടെ ദൈവസന്നിധിയിലിരുന്നു. പിന്നെ സ്നാനപ്പെട്ടു. 2 വർഷം കഴിഞ്ഞപ്പോൾ പപ്പ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഇങ്ങനെയാണ് പപ്പയുടെ കാര്യം. ശരി. അപ്പോൾ ആൻറ്റിക്ക് ആൻറ്റിയുടെ ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ പറയാം കേട്ടോ. കണ്ടിന്യൂ ചെയ്യാം. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കാം. അത്യാവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ആൻറ്റിക്ക് കണ്ടിന്യൂ ചെയ്യാം. എല്ലാ അനുഭവങ്ങളും പറയണം കേട്ടോ. ശരി 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 ശരി. പ്രൈസ് ലോർഡ്. ദൈവം ആസാദി ചാനലിലൂടെ എന്റെ അനുഭവ സാക്ഷ്യം പറയാൻ ദൈവം തന്ന വേറെ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പല വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചാണ് ആസാദി ചാനലിൽ ഒരു സാക്ഷ്യം പറയാനായിട്ട്. പക്ഷെ അന്ന് ഞാൻ നോക്കുമ്പോൾ നല്ല എഡ്യൂക്കേഷൻ ഉള്ളവര്, വിദ്യാഭ്യാസമുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ അതിന്റെ മധ്യേ നമുക്ക് അവസരം കിട്ടൂല എന്നുള്ളൊരു ചിന്തയാണ് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ വലിയ ദൈവം ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ഫിന്നി, സിസ്റ്റർ സാൻഡി, കുടുംബം, കുഞ്ഞുങ്ങളെ ഓർത്തെല്ലാം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ കരങ്ങളെടുത്ത കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ അറിയാത്ത ഇടങ്ങളിൽ കിടക്കുന്നവരെല്ലാം ഈ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അനേകർക്ക് മധ്യേ നിർത്തുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ. ഇനിയും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. എന്റെ സാക്ഷ്യത്തിലോട്ട് കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്റെ കുടുംബത്തിൽ സാമാന്യം ജീവിക്കാനുള്ള ചുറ്റുപാടിലൊക്കെ ഞങ്ങൾ അങ്ങ് ജീവിച്ചു വന്നതാണ്. എന്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ എന്റെ വിവാഹം കഴിഞ്ഞു എന്റെ ഭവനത്തിലോട്ട് കടന്നു വന്നു. എന്റെ പപ്പയാണെങ്കിൽ സ്കൂളിലെ സാറായിരുന്നു. പക്ഷെ ഇവിടെ കടന്നു വന്നപ്പോ എനിക്ക് അത് പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ എന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങി. 1ഉം 2ഉം അല്ല, ചില അനേക വിഷമങ്ങള് ഒരു ചുരുക്കത്തിൽ പറഞ്ഞ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണുക, കേൾക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കേൾക്കുക, ഇത് അവർക്ക് സഹിക്കാൻ കഴിയാത്ത വിഷയങ്ങളിലൂടെ ഞാൻ കടന്നുപോയതായിരുന്നു. എന്റെ ഭർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അങ്ങനെ മദ്യപിക്കുന്നവരൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്റെ ഭർത്താവ് മദ്യപിക്കുമായിരുന്നു. പക്ഷെ മദ്യപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു കിടന്ന് വഴക്കോ അടിയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്കത് ഒരു വിഷമം പോലെയൊക്കെ അങ്ങനെ ഉള്ളിൽ ഉണ്ടായിരുന്നു. സമയത്തിന് വീട്ടിൽ വരികയില്ല, അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്റെ ഉള്ളിൽ. അപ്പൊ ഇങ്ങനെ, പക്ഷെ ഞാൻ ആരോടും എന്റെ ദുഃഖം പറയുന്ന സ്വഭാവമില്ല. ഒരു വ്യക്തികളോടും എന്റെ ദുഃഖം പറയില്ല. എന്റെ വീട്ടിൽ പോയി പറയില്ല, ഞാനിവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, പ്രയാസം അനുഭവിക്കുകയാണെന്ന് എന്റെ ഭവനത്തിൽ പോയി പറയുകയോ ഒന്നും ചെയ്യില്ല. ആരോടും, ഒരു കൂട്ടുകാരോട് പോലും എന്റെ വിഷമങ്ങൾ ഞാൻ ഷെയർ ചെയ്യില്ല. എന്റെ ഹൃദയത്തിനകത്ത് ഇതെല്ലാം സൂക്ഷിച്ചു. പക്ഷെ സൂക്ഷിച്ച് എന്റെ ഹൃദയം കീറുവാൻ ഇടയായി തീർന്നു. 2ആയിട്ട് മുറിഞ്ഞ അവസ്ഥ എനിക്ക് നേരിടുവാൻ ഇടയായി തീർന്നു. പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു വിഷമവും ഭാരവും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഭവനത്തിൽ പോകുമ്പോൾ, എന്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ, അമ്മ ചർച്ചിൽ പോകുന്നതാണല്ലോ. അപ്പൊ അമ്മ പോകുമ്പോൾ ഞാൻ വീട്ടിലിരിക്കും, ഞാനും ആ ചർച്ചിൽ പോയിരിക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെയൊക്കെ വല്ലപ്പോഴും പോയി വരും. പക്ഷെ ഈ വിഷമത്തിന്റെ ഇടയില് എന്റെ മോന് ഒരു 1.5 വയസ്സായപ്പോൾ ഞാൻ ആദ്യം തൊട്ടേ പറയുകയാണ്, ഒരു അടുക്ക് ചിട്ടയായിട്ട് പറയാണ്. 1.5 വയസ്സായപ്പോൾ ഞാൻ എന്റെ ഈ ഭവനത്തില് ഞാൻ ഒറ്റയ്ക്കുള്ള വിഷമവും ഭാരവും എന്നുവെച്ചാൽ ബാത്റൂമിൽ കയറി പൈപ്പ് തുറന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞ് തീർന്നിട്ട് ഞാൻ പുറത്തിറങ്ങുന്നു. കാരണം ആരും കാണാതെയാണ് ഞാൻ കരയുകയും. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകണം. അപ്പൊ ഞങ്ങള് ഈ കുടുംബ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ കുടുംബ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ മകന് ഞാൻ ഭക്ഷണം കൊടുത്തുകൊണ്ട് രാവിലെ കാപ്പി കൊടുത്തുകൊണ്ട് റൂമിനകത്തല്ല, നെറ്റാണ് ഫ്രണ്ട്, അതിനകത്ത് ഞാൻ ഇരിക്കും. എന്റെ അമ്മായി അമ്മ അവിടെ ഫ്രണ്ടിന് മുറ്റത്തിരിപ്പുണ്ട്. ഇവിടുത്തെ ഒരു മനുഷ്യനാണെങ്കിൽ അപ്പുറത്തെ പോർഷനിലൂടെ വന്നിട്ട് എന്നെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കുനിഞ്ഞെത്തി നോക്കിയപ്പോ ഈ വെട്ടിയിട്ടിരിക്കുന്ന മുടി ഇഞ്ഞു വന്നു. ഈ കട്ട് ചെയ്തിട്ട് മുടിഞ്ഞ് ഫ്രണ്ടിൽ വന്നു. എന്നുവെച്ചാൽ നല്ല ഒരു ഹൈറ്റ് ഉള്ള ഒരു മനുഷ്യനാ. ഇനി മുടി ഇഞ്ഞു വന്നിട്ട് ചോദിച്ചു, ആഹാരം തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഇല്ല, പോവാൻ പറഞ്ഞു. ഞാൻ കൊടുത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ തലേ ദിവസം എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നു. ഒരു ഗൂർഖ വന്ന് പൈസ ചോദിച്ചു. ഞാൻ 5 രൂപ കൊടുത്ത് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ എന്റെ അമ്മയായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയത്. അതുകൊണ്ട് ഇനിയിപ്പോ ഈ മനുഷ്യനും കൂടെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തില്ല. അന്ന് അങ്ങനെ കഴിഞ്ഞു പോയി. പിറ്റേന്ന് ഈ റെയിൽവേ റോഡിന്റെ അപ്പുറത്ത് ഞങ്ങൾക്കൊരു വീടുണ്ട്. അത് എന്റെ ഭർത്താവിന്റെ സഹോദരി താമസിക്കുന്ന വീടാണ്.
അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് കയറി ആ തേരി കയറി വരുന്ന സമയത്ത് ഇതേ മനുഷ്യൻ എന്നെ എതിർവിട്ട് വരിക. അപ്പോ ആ എതിർവിട്ട് വരുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കി, കാരണം തലേ ദിവസവും ഞാൻ കണ്ടതാണ്, ഇതിനു മുമ്പായിട്ട് ഞാൻ ഇവിടുന്ന് കണ്ടിട്ടുള്ള മനുഷ്യനല്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കിയപ്പോ ഭയങ്കര ഒരു പുഞ്ചിരിയോടുകൂടെ ഇറങ്ങി ഇങ്ങനെ വരിക. ഞാൻ നോക്കിയപ്പോ ഒരു നീല കണ്ണ് കാണാനായിട്ട് നീല നീല കണ്ണ്, മുടി കറക്റ്റായിട്ട് ഇതുവരെ വെട്ടിയിട്ടിട്ടുണ്ട്, കറക്റ്റായിട്ട് വെട്ടിയിട്ടിട്ടുണ്ട്. ഇളനീല ആകാശ പാന്റ്, ആകാശ നീല ഷർട്ട് ഇവിടെ ഉള്ളവരൊക്കെ ഇടുന്നത് ഷർട്ടല്ല, ഒരു പട്ട വെച്ച് ഞാൻ അടിച്ച് ഞൊറിയിട്ട ഷർട്ടാണ്. അപ്പൊ ആ സമയം കൊണ്ട് എന്റെ അടുക്കലെത്തിയപ്പോ കാലെല്ലാം കരി തൊട്ട് വെച്ചിരിക്കുക, മുഖത്തെല്ലാം ഇങ്ങനെ തൊട്ട് വെച്ച്. നല്ല വെളുത്ത മനുഷ്യൻ, നല്ല ഹൈറ്റുള്ള മനുഷ്യൻ. അപ്പൊ വെളുപ്പുമല്ല, ഒരു ചെറിയ റോസ് കളറും ഉണ്ട്, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ. അപ്പൊ എന്റെ അടുക്ക് ഇങ്ങനെ ഇപ്പൊ ഒരു മന്ദഹാസം പോലെ ഞാനിങ്ങനെ പെട്ടെന്ന് ചിന്തിച്ച്, ഈ മനുഷ്യൻ എവിടെ കണ്ടിട്ടില്ലല്ലോ, ഇന്നലെ ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ എന്റെ വലതുവശത്ത് ഇങ്ങനെ ആയി. ഞാൻ ഉടനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ ഈ മനുഷ്യനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ കാണാനേ കഴിഞ്ഞില്ല, കാരണം പിന്നീട് അങ്ങോട്ട് പോകാനായിട്ട് വഴിയില്ല, നിരന്നു കിടക്കുന്ന വഴിയാ. ഈ മനുഷ്യൻ എങ്ങോട്ട് പോയെന്ന് ഒന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ ഉള്ളിൽ നിന്ന് ഒരു ആരോ ഒന്ന് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി, ഇത് യേശുവാണെന്ന്. അപ്പൊ ഞാനിങ്ങനെ അയ്യോ ഇത് യേശുവാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഞാനിങ്ങനെ, കാരണം എന്റെ വേദനയും വിഷമം അത്രയും ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് വന്നതായിരിക്കും എന്നുള്ള ചിന്തയോടുകൂടെ ഞാൻ ഒരുപാട് സമയം അവിടെ നിന്നു. പിന്നെ കാണാനില്ല, പിന്നെ കണ്ടേയില്ല. പിന്നെ ഞാന് എവിടെ പോയാലും ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ദേശത്തുണ്ടോ എന്ന് ഞാൻ പരതുമായിരുന്നു. പക്ഷെ ഒരു കാലത്തും ഇങ്ങനെ കാണാനായിട്ട് കഴിഞ്ഞില്ല, അങ്ങനെ ഒരു മനുഷ്യനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അന്ന് അതെന്റെ ഹൃദയത്തിനകത്തുണ്ട്. പക്ഷെ ആ വിഷയവും ഞാൻ ആരോടെയും പറഞ്ഞില്ല, ഒറ്റ മനുഷ്യർ, എന്റെ ഭർത്താവിനോടോ ഒരു മനുഷ്യരോടോ ഞാൻ ഇത് പറഞ്ഞില്ല. എന്റെ ഹൃദയത്തിനകത്ത് അന്ന് കണ്ട കാഴ്ചയും അന്ന് എനിക്ക് വന്ന അനുഭവം, യേശു ആണെന്നുള്ള ആ ചിന്ത വന്നതും എല്ലാം എന്റെ ഹൃദയത്തിനകത്തുണ്ട്. ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോ ഞാൻ ഒരു ദിവസം എന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. എന്റെ മോനെയും കൊണ്ട് ഞാൻ പോയതാ. അപ്പൊ അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോ 2-3 ദിവസം നിന്നിട്ടാ വരുന്നത്. അപ്പോഴമ്മ ഉപവാസ പ്രാർത്ഥന കടന്നു പോയപ്പോൾ ഞാൻ ആ സമയത്ത് എന്റെ വീട്ടില് ഈ വീട് വെച്ചിട്ട് പാല് കാച്ചെല്ലാം കഴിഞ്ഞ് ഇത്തിരി കടഭാരം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരുപാട് ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും അല്ല, അതൊരു ചെറിയൊരു കടഭാരം, എന്നാലും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ചുമ്മാ പറയും, ദൈവമേ എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ. അന്നത്തെ കാലത്ത് വലിയ വിദ്യാഭ്യാസം അല്ലെങ്കിലും പ്രീ ഡിഗ്രി കഴിഞ്ഞ് ടൈപ്പ് റൈറ്റിംഗ്, ലോവർ ഹയർ എല്ലാം പാസ്സായതാണ്, ഇംഗ്ലീഷിലോ മലയാളമൊക്കെ. അപ്പൊ അന്നത്തെ കാലത്ത് എവിടെയെങ്കിലും ഒരു ജോലിക്ക് പ്രൈവറ്റ് ആയിട്ട് അങ്ങനെ കയറാമല്ലോ എന്നുള്ള ചിന്തയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അന്ന് അമ്മ പള്ളിയിൽ പോയപ്പോ ഞാനും ഇങ്ങനെ ചർച്ചിൽ പോയി. അവിടെ ബാക്കിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയതല്ല, അതൊന്നും അങ്ങനെയല്ല, വെറുതെ ചെന്നിരിക്കുക കുഞ്ഞുങ്ങളെയും കൊണ്ട്. അങ്ങനെ ഇരുന്നപ്പോ അന്ന് അവിടെ ദേവദാസൻ തങ്കയൻ എന്ന് പറയും, പാസ്റ്റർ തങ്കയൻ. ആ പാസ്റ്റർ അങ്ങനെ പ്രസംഗിച്ചോണ്ട് നിന്നിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു, ഗീത സിസ്റ്ററെ നിങ്ങൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആരാധന എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ എന്റെ മനസ്സിലാണെങ്കിൽ ഭയങ്കരമായ ദേഷ്യവും സങ്കടവും കോപവും എല്ലാം കൂടെയൊക്കെ വന്ന് ഞാനിങ്ങനെ പറഞ്ഞു, ഇതെന്തോ ഒരു ദൈവം, ജോലി ചെയ്ത് പോലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലേ, ഈ ദൈവം എന്റെ കഷ്ടതയൊന്നും കാണുന്നില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനസ്സുകൊണ്ട് വേദനിച്ച് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞു, പക്ഷെ അത് ഞാൻ പറയുന്നില്ല ഇപ്പോഴും, കാരണം അത് അസഭ്യ വാക്കൊന്നും അല്ല. എന്നാലും ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു വാക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു, അതെനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന്. അങ്ങനെ ആരെയും അങ്ങനെ പറയുന്നതല്ല ഞാൻ, പക്ഷെ ഇതങ്ങനെ അങ്ങ് പറഞ്ഞു എന്റെ ഹൃദയത്തിനകത്ത്. പക്ഷെ പിന്നെയും വന്ന് ഞാനങ്ങ് ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് പോന്നു. വീണ്ടും ഒരു ദിവസം ഞാനിങ്ങനെ ഒരു ദിവസം പള്ളിയിൽ ഇങ്ങനെ ചർച്ചിൽ പോയി. ഇവിടെ വീട്ടിൽ വന്ന് വീണ്ടും ജീവിതം അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. RC ചർച്ചിലാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ കടന്നു പോകുന്നത്, RC പള്ളിയിൽ. അവിടെയും ചില പ്രവർത്തനമായിട്ടൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു ദിവസം വീണ്ടും ഇതുപോലെ ചർച്ചിൽ പോയപ്പോ അവിടെ 7 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അന്ന് 3 ദിവസം ഞാൻ അവിടെ ചുമ്മാ പോയി ഇരുന്നതാണ്. പക്ഷെ 3-ാമത്തെ ദിവസം എന്റെ ഹൃദയത്തിനകത്തുനിന്ന് ഭയങ്കരമായ വേദന വന്ന് പിടിച്ചു നിർത്താൻ കഴിയാത്ത സങ്കടം. എന്റെ ഈ ഭവനത്തിനകത്തുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുമ്പോഴെല്ലാം എനിക്ക് ഭയങ്കരമായ വേദന. അപ്പോൾ അവിടെയുള്ള അമ്മച്ചിമാരൊക്കെ ചോദിച്ചു, സാറിന്റെ മോക്ക് എന്ത് ഇത്ര വിഷമം, സാറിന്റെ മോൾ നല്ലതായിട്ടല്ലേ ജീവിക്കുന്നത്, അവിടെ ഇത്രയും വിഷമമുണ്ട്. അമ്മയ്ക്കൊന്നും അറിയില്ല, അമ്മ അറിയില്ല, അവരൊക്കെ കുഴപ്പമില്ലാതെ പോവുകയാണ്. പക്ഷെ എനിക്ക് പിടിച്ചു നിർത്താൻ വയ്യാത്ത സങ്കടവും
വേദനയും കരച്ചിലും ഒക്കെ ആയിരുന്നു. നാലാമത്തെ ദിവസം വീണ്ടും പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്നപ്പോ എനിക്ക് അവിടെ ഇരിക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ 4 ദിവസമായപ്പോ എന്റെ ഭർത്താവ് വാഹനവും ആയിട്ട് വന്ന് മക്കളെയായിട്ട് കൊണ്ടുവരാനായിട്ട് വന്ന് ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വിളിച്ച് പുറത്ത് വിളിച്ച് ഞങ്ങൾ ഇനി പോരുകയും ചെയ്തു. എനിക്ക് ഇങ്ങോട്ട് വരെ ഭയങ്കര വിഷമായി. വണ്ടി എവിടെയെങ്കിലും ഒന്ന് തട്ടിയെങ്കിലും വീട്ടിൽ എന്നെ കൊണ്ടുവിടുമായിരുന്നു, എനിക്ക് പള്ളി പോവായിരുന്നല്ലോ എന്നൊരു ചിന്തയിൽ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ വരികയാണ്. വരുന്ന സമയത്ത് ഒന്നും സംഭവിച്ചില്ല, വീട്ടിൽ വന്നു. പക്ഷെ ഞാൻ അന്നൊരു തീരുമാനം എടുത്തു, നമുക്കിതൊന്നും ഇങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് പോകാനായിട്ടും പറ്റില്ല, വിടയില്ല. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള ഒരു ആഗ്രഹം എന്റെ ഹൃദയത്തിന് വേണ്ട. പള്ളി തന്നെയാണ് നമുക്ക് ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ട് ആ പള്ളിയിൽ തന്നെ സ്ഥിരം മുടങ്ങാതെയൊക്കെ പോയി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വെട്ടുകാട് പള്ളിയിൽ പോയി എല്ലാ മാസത്തിൽ ഒരു ദിവസം വെള്ളിയാഴ്ച പോയി അവിടെ മെഴുകുതിരിയും കത്തിച്ച് നമ്മൾ 1-2 വേറെ ഒരു പാർട്ടി കൂടെ വരും. അങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങനെ ഇരിക്കുന്ന സമയമാണ്. പക്ഷെ പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് മുമ്പോട്ട് പോയി. 13 വർഷം അങ്ങനെ മുമ്പോട്ട് പോയി. വേദനയും കഷ്ടതയുടെ തീച്ചുളയിലൂടെ ഞാൻ കടന്നുപോയത്. ഒരു ദിവസവും സ്വസ്ഥതയില്ലാതെ, ഒരു ദിവസവും സമാധാനമില്ലാതെ. എന്റെ ഭർത്താവ് മദ്യപിക്കുമായിരുന്നു. അങ്ങനെ ഉള്ള വിഷമത്തിലും എല്ലാത്തിലും കടന്നു പോകുമ്പോ 1999 എനിക്ക് ഒരു രോഗം വന്നു. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയമൊക്കെ അങ്ങ് രണ്ടായിട്ട് കീറി മുറിഞ്ഞു പോയി. ആർക്കും സൗഖ്യമാക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ഞാൻ ആയിപ്പോയി. ഹൃദയം കീറി മുറിഞ്ഞ് അതിനോടുള്ള അവസ്ഥയിൽ എനിക്ക് സംസാരിക്കാനോ നടക്കാനോ സ്വാതന്ത്ര്യമായിട്ടൊന്നും ജോലി ചെയ്യാനോ ആരെങ്കിലും ഒരു സന്തോഷത്തോടെ വീട്ടിൽ വന്ന് അവരെ സ്വീകരിക്കാൻ, എങ്കിൽ ഈ അസുഖമെല്ലാം കൂടിക്കൊണ്ടിരിക്കും. പിന്നെ പിടിച്ചൊട്ടും നിർത്താൻ കഴിയില്ല. എന്റെ അമ്മ അങ്ങോട്ട് വീട്ടിൽ വരും, ഇവിടെ വന്ന് ജോലിയെല്ലാം ചെയ്തിട്ട് അമ്മ വീട്ടിൽ പോകും. അമ്മ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നാൽ അത് സന്തോഷത്തോടെ ഒന്ന് കണ്ടാൽ മതി, എനിക്ക് അസുഖം തുടങ്ങും. ഈ ഹൃദയം ഹൃദയം വേദനിക്കും. ഭയങ്കരമായ ഈ പച്ച പുണ്ണ് പോലെ ഹൃദയം അങ്ങ് വേദനിക്കും. അത്രത്തോളം അവസ്ഥയിലോട്ട് ഞാൻ അങ്ങായി. ഉറങ്ങിക്കിടന്ന ഒരു മുട്ടുസൂചിയുടെ വീണ സൗണ്ട് കേട്ടാൽ എന്റെ ഹൃദയമാണ് ആദ്യം വേദനിക്കുന്നത്. ഹൃദയം വേദനിച്ച് ഞാൻ കണ്ണു തുറക്കും. അത്ര എന്റെ അവസ്ഥ എല്ലാം കണ്ടീഷനായി. പക്ഷെ എന്റെ ഭർത്താവ് ഹോസ്പിറ്റലിൽ ഇനി കൊണ്ടുപോകാൻ ഇടമില്ല. എല്ലാ ഹോസ്പിറ്റലിലും ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ ഹോസ്പിറ്റലുണ്ട്, അവിടെ നിന്ന് തുടങ്ങി പുലയനാർ കോട്ട വരെ മെഡിക്കൽ കോളേജ്, PRS വേണ്ടപ്പെട്ട വലിയ വലിയ ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയി. പുലയനാർ കോട്ടയിൽ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ വേറെ പ്രത്യേക അസുഖമൊന്നുമില്ല, ഹാർട്ടിന് ഒരു മുഴക്കമാണ് കാണുന്നത്, വേറെ അസുഖമില്ല എന്ന് പറഞ്ഞു. ഒരു കത്തോലിക്ക ഒരു ഡോക്ടർ അടുത്ത വീട്ടിൽ പോവും. ആ ഡോക്ടർ പറയും, മോളെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വേറെ ഒന്നും ഞാൻ കാണുന്നില്ല എന്ന് പറയും. അവസാനം അവര് ഒരു സ്പ്രേ തന്നു, 4 പ്രാവശ്യം അടിക്കാനുള്ള ഒരു സ്പ്രേ തന്നു. അപ്പൊ 4 പ്രാവശ്യം സ്പ്രേ അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിറയൽ പോലെയൊക്കെ അങ്ങ് വരും. അങ്ങനെ ഇരിക്കുന്ന അനുഭവത്തിലാണ് അമ്മ ഭയങ്കര കഷ്ടപ്പെട്ടു. എന്റെ ഭർത്താവ് ചില ദിവസം ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തൊക്കെ എന്റെ കൈ പിടിച്ച് വെച്ച് ചോദിക്കും ഞാൻ ഇന്ന് പോകണമെന്ന്. കാരണം തിരിച്ചു വരുമ്പോ ഞാൻ കാണുമോ ഇല്ലെന്നുള്ള ഉറപ്പില്ല അവർക്ക്. എന്നെ പുറത്ത് കൊണ്ടിരുത്തിയിരിക്കും, ഇറയത്ത് കൊണ്ടിരുത്തിയിരിക്കും, ഓപ്പൺ എയറിൽ കൊണ്ടിരുത്തിക്കും. ഈ റൂമിനകത്തൊക്കെ ഇരുന്നാൽ എനിക്ക് ശ്വാസം കിട്ടാതായി പോകും, നാക്കെല്ലാം അങ്ങ് വലിഞ്ഞു പോകും. അപ്പൊ തിളച്ച വെള്ളമൊക്കെ എനിക്ക് തന്നാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ അത്ര ഒരു കണ്ടീഷൻ മോശത്തെ അവസ്ഥയിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അന്ന് കത്തോലിക്ക ചർച്ചിൽ ഒരു ധ്യാനം നടക്കുന്നെന്ന് ആൾക്കാർ പറഞ്ഞു. അപ്പൊ അവിടെ ഞങ്ങളുടെ ചുറ്റുമുള്ള 2-3 എന്റെ കൂടെ ഉള്ള പിള്ളേരൊക്കെ പറഞ്ഞു, ചേച്ചി ഞങ്ങൾ കൊണ്ടുപോവാം, അവിടെ സൗഖ്യം നടക്കുകയാണ്, കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ എന്നെ അവരെല്ലാം പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി വഴിക്ക് വെച്ച് എനിക്ക് ഭയങ്കരമായ അസുഖം വന്നു. ആരൊക്കെയോ ആ റോഡിൽ നിന്ന് എനിക്ക് തിളച്ച വെള്ളമൊക്കെ വാങ്ങി തന്ന് പിന്നെ പതുക്കെ കൊണ്ട് പള്ളിയിലിരുത്തി. അന്ന് അവിടെ സൗഖ്യം നടക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഒരു മാത്യു ബ്രദർ എന്ന് പറഞ്ഞൊരു ബ്രദറാണ് പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വന്നത്. പക്ഷെ അദ്ദേഹം വന്ന് സംസാരിച്ചു, വചനം സംസാരിച്ചു, എന്നോട് തന്നെ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അവസാനം പറഞ്ഞു, ഒന്നാമത് അവന്റെ രാജ്യത്തെ നീതിയും കുറിച്ച് അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പുറകെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോ ഞാനൊരു ജീവന് വേണ്ടിയാണ്, എനിക്കൊരു ജീവൻ വേണം, ഇതാണ് എന്റെ ആഗ്രഹം. അപ്പം ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതിയോ എന്നൊരു ചിന്ത എന്റെ ഉള്ളിൽ വന്നു. ഇതുവരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ, ദൈവരാജ്യത്തെ കുറിച്ച്, നീതിയെ ന്യായത്തെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് അത് ചിന്തിച്ചാൽ മതിയോ എന്നൊരു ചിന്ത എന്റെ ഉള്ളിനകത്ത് വന്നു. അപ്പൊ അങ്ങനെ വന്നിട്ട് എന്നെ വീണ്ടും എനിക്ക് അന്ന് സൗഖ്യമൊന്നും കിട്ടിയില്ല. എന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം എന്റെ അമ്മ പോകുന്ന ചർച്ച്, എന്റെ വീടിന്റെ അടുത്തുള്ള ചർച്ചിലെ പാസ്റ്ററെ എന്റെ അമ്മ വിളിച്ചോളൂ. കാരണം അവര് എനിക്ക് അസുഖം തുടങ്ങി 7 മാസം അസുഖമായിരിക്കുകയാണ്. 7 മാസം കൊണ്ട് സഭ ശ്രദ്ധയോടുകൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവദാസൻ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാനൊന്നും കഴിയുന്നില്ല, പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കിപ്പോ പ്രാർത്ഥിക്കാനൊന്നും കഴിയുന്നില്ല. അപ്പോൾ പാസ്റ്റർ 2-3 കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. പാസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കാൻ കഴിയും, നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കണം, കർത്താവിന്റെ രക്തം കൊണ്ട് എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു ദൈവവേദന ജീവിക്കാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത് 3 കാര്യവും എനിക്കൊരു കച്ചി തുരുമ്പ് കിട്ടിയതുപോലെ. കാരണം എല്ലാം നോക്കി മരണവുമായിട്ട് ഞാൻ മുന്നിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു
ഇതിലൊരു രക്ഷ എനിക്ക് കിട്ടും എന്നൊരു വിശ്വാസം എന്റെ ഉള്ളിൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ഈ 3 വിഷയം തന്നെ പ്രാർത്ഥിക്കും. കർത്താവിന്റെ കാൽവരി ക്രൂശിനെ ആഴമായി ഞാൻ ധ്യാനിക്കാൻ തുടങ്ങി. ആ ഭാഗമൊക്കെ ബൈബിളിൽ നിന്ന് എടുത്ത് വായിച്ച് ആഴമായി ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. കർത്താവെ, നിന്റെ രക്തം എനിക്ക് വേണ്ടി തന്നാണെങ്കിൽ ഒരു തുള്ളി രക്തം കൊണ്ട് എന്റെ കുറവുകളെ ക്ഷമിച്ച്, പാപങ്ങളെ ക്ഷമിച്ച്, നിന്റെ രക്തം കൊണ്ട് എന്നെ വിശുദ്ധീകരിക്കണമേ, ഒരു ദൈവമല്ല ജീവിക്കാൻ എനിക്ക് കൃപ നൽകണമേ എന്നൊക്കെ ഇതിങ്ങനെ ഒരു 3 ദിവസം ഞാൻ ഒരു ഇടതടവില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സന്ധ്യ സമയത്ത് എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ജോലിക്ക് പോയി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഇവിടെ കട്ടിൽ ഇങ്ങനെ കിടക്കുക. ഞാനും ഒരു സൈഡിൽ കിടക്കുന്നു, മക്കൾ രണ്ടുപേരും റൂമിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും എന്റെ ഹൃദയം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നിന്റെ രക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണം. ഇതെല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഭർത്താവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇതിന് മറുപടി പറയുന്നുണ്ട്. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പെട്ടെന്നൊരു കാഴ്ച കാണണം, ഒരു ദർശനം. അന്ന് ദർശനമൊന്നും എനിക്കറിയില്ല. എന്റെ കാലിന്റെ അടുത്തൊക്കെ ഒരു ചെടിച്ചട്ടിയും ഒരു ചെടിയും കായ്ച്ച് ഉലഞ്ഞു കിടക്കുന്ന ഒരു കായും അങ്ങനെയുള്ള ഒരു ചട്ടിയോടുകൂടെ ഞാൻ കാണുന്നു. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചാടി എണീറ്റ് ഇതെന്താണെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കണ്ടില്ല, കാണാതെയായി. അപ്പോൾ എന്റെ അവസ്ഥ, ആ നിമിഷം എന്റെ അവസ്ഥ വന്നതെന്ന് പറഞ്ഞാൽ, ഈ ഹൃദയം രണ്ടായിട്ട് പിളർന്നിരുന്ന ഹൃദയത്തിനകത്തുനിന്ന് ഒരു ശക്തി വന്ന് നിറഞ്ഞു. ഒരു പുതിയ ഹൃദയം തന്ന ഒരു അവസ്ഥ എന്റെ ഹൃദയത്തിനകത്ത് വന്നു. ഞാൻ അറിയാതെ അന്ന് മുതൽ എന്നുവെച്ചാൽ ഞാൻ പള്ളികളിൽ പോകുന്നവരാണ്, കത്തോലിക്കയില് പെന്തക്കോസ്ത് പാരമ്പര്യമുണ്ട്, CSI പാരമ്പര്യം എല്ലാം ഉള്ളതാണ്. പക്ഷേ ഞാനൊരു സ്തോത്രവും സ്തുതിയോ ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്റെ ഉള്ളിനകത്തുനിന്ന് ഈ ശക്തി ഇങ്ങനെ പുറപ്പെട്ടു വന്നതും, കാരണം എന്റെ ഹൃദയം മൊത്തത്തിൽ ഒരു മാറ്റം സംഭവിച്ചു. ഈ പൊള്ളയായിരുന്ന ഒന്നുമില്ല, ശൂന്യമായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അത് പുതിയൊരു ഹൃദയം ഫിറ്റ് ചെയ്തതുപോലെ ഒരു അനുഭവമാണ് എനിക്ക് അന്ന് ഉണ്ടായത്. എന്നിട്ട് ഞാന് ആരും പറയാതെ സ്തുതിയും സ്തോത്രം എന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴും ഞാനിങ്ങനെ എണീറ്റ്, അപ്പൊ ഞാൻ ഇത് കർത്താവിനോട് പറയുന്നില്ല, കാരണം എനിക്ക് പല അസുഖങ്ങളും പല പ്രതികൂലങ്ങളും ഉള്ളത് കൊണ്ട് ഇനി ഇതും പറയുമ്പോ ഇനി പുതിയ രോഗങ്ങളാണോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സംശയിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോടൊന്നും പറയാൻ പോയില്ല. പക്ഷെ ഈ അനുഭവം എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിനകത്ത് ഒരു ശക്തിയും ഒരു പുതിയ ഹൃദയം തന്ന ഒരു അനുഭവം. ഞാനിങ്ങനെ എല്ലാവരും അന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഞാൻ സീരിയലും കണ്ട്, അന്ന് 2:30 തുടങ്ങുന്ന സീരിയൽ 5 മണി വരെ കാണും. സീരിയലും സിനിമയും കണ്ട് അങ്ങനെയൊക്കെ കഴിയുന്ന ഒരു കാലം. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല. ദർശനം കണ്ടതോടുകൂടെ എന്റെ അനുഭവത്തിൽ വന്ന് ഇതെല്ലാം മായയാണ്, ഈ ലോകത്തെല്ലാം നശിച്ചു പോകുന്നതാണ്, അതല്ലാത്ത ഒരു നിത്യതയ്ക്കുള്ള ഒരു കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ട്. അതാണ് കൂടുതൽ നമ്മൾ പ്രാപിക്കേണ്ടത്, അതാണ് കൂടുതൽ അറിയേണ്ടത്, അതാണ് നമുക്ക് സമാധാനം തരുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള വിശ്വാസത്താൽ ആ സിനിമയും സീരിയലും കാണുന്നതൊക്കെ അന്നത്തോട് നിർത്തിവെച്ചു. മറ്റുള്ളവരെല്ലാം സിനിമ കണ്ടോണ്ടിരുന്നാല് ഞാൻ ഒരു ചുവരം എനിക്ക് ഈ സ്തോത്രം ചെയ്യണം, സ്തുതിക്കണം, എപ്പോഴും ഒരു ശക്തി എന്റെ മേലങ്ങ് വന്നു. ഒരു ദോശ ചുട്ടിന്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയാത്ത, ഒരു വെള്ളം എടുത്ത് കൊടുക്കാൻ കഴിയാത്ത, ആരോഗ്യമില്ലാത്ത സ്ഥിതിയിൽ നിന്ന് എനിക്ക് ഭയങ്കരമായ ശക്തി എന്റെ ശരീരത്ത് അങ്ങ് ഇറങ്ങുവാൻ ഇടയായി തീർന്നു. പക്ഷെ അന്ന് ഇങ്ങനെ ഈ അനുഭവം വന്നെങ്കിലും ഇതോടെ ഞാൻ അങ്ങ് നിർത്തിയില്ല. ഞാൻ പറഞ്ഞു, ദൈവം എന്നൊരു ശക്തി ഇല്ല എങ്കിൽ ഈ ഒരു അനുഭവം എനിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്കാർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥയിലിരുന്നതാണ്. ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് വന്നത് ദൈവത്താലല്ലാതെ ദൈവത്തിനെ കൊണ്ട് ഇത് സാധിക്കുമെന്നുള്ള ഒരു ചിന്ത എന്റെ ഉള്ളിൽ വന്ന്, അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ എനിക്ക് അറിയണം, അങ്ങനെ ഒരു ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തെ അറിയണം, ആ ദൈവം എന്നോട് സംസാരിക്കണമെങ്കിൽ ആ ദൈവം സംസാരിക്കുന്നത് ഞാൻ അനേകരോട് വിളിച്ചു പറയും. ഇങ്ങനെ ഒരു തീരുമാനത്തോടെ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീണ്ടും 2ാമത്തെ ദിവസം വീണ്ടും പ്രാർത്ഥിച്ച് 3ാമത്തെ ദിവസം വീണ്ടും ഞങ്ങൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. രാത്രി ഉറങ്ങിക്കിടന്ന സമയത്ത് ഭയങ്കരമായ ശബ്ദത്തോട്, എനിക്ക് ആരെ വിശ്വസിക്കണമെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോഴും. കാരണം ഞങ്ങൾ ഈ കത്തോലിക്ക സഭയിലൊക്കെ ഇങ്ങനെ കടന്നുപോയി, ഇങ്ങനെ പലതിലും വണങ്ങി അങ്ങനെയൊക്കെ മെഴുകുതിരി കത്തിച്ച് ഇനി ആരെ വിശ്വസിക്കണമെന്നുള്ള ചിന്തയാണ് എന്റെ ഉള്ളിൽ. എന്റെ ചിന്തയ്ക്കനുസരിച്ച് ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ ഞാൻ ഇനി ആരെയാണ് വിശ്വസിക്കേണ്ടത്, ഏത് ദൈവമാണ് എന്നോട് ഈ അനുഭവം എനിക്ക് തന്നത്, എന്റെ ഹൃദയത്തെ പുതിയൊരു ഹൃദയം എനിക്ക് ഫിറ്റ് ചെയ്തു തന്നത് ഏത് ദൈവമാണെന്നുള്ള ചിന്തയൊക്കെ എന്റെ ഉള്ളിൽ വന്നു. അന്ന് രാത്രി ഭയങ്കരമായ ഇടിയോടുടെ ശബ്ദം, കാരണം എന്റെ ഈ വീട്ടിൽ ഒരു 10 ഇടി ഒന്നിച്ചിടിച്ചാൽ എങ്ങനെ ഇടിക്കും, അതുപോലെ ഭയങ്കരമായ ഇടിയോടുകൂടെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ഒരു ശബ്ദത്തോടുകൂടെ എന്നോട് സംസാരിപ്പാൻ തുടങ്ങി. ഈ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കാരണം ഇത് ഇവിടെ നിന്നും വന്ന ശബ്ദമല്ല, ആകാശ മണ്ഡലങ്ങളിൽ ഭയങ്കരമായ ശബ്ദത്തോടുകൂടെ അലയോടുകൂടെ കേട്ട ഈ പെരുവെള്ളത്തിന്റെ ശബ്ദമല്ല എനിക്ക് ഭയങ്കരമായി കേൾക്കാമായിരുന്നു. ഭയങ്കര ഇടിനാഥ ശബ്ദത്തോടുകൂടെ എന്നോട് സംസാരിച്ചു. ഞാൻ ചാടി എണീറ്റപ്പോ മറ്റുള്ളവരെല്ലാരും ഉറങ്ങുകയാണ്. എന്റെ ഭർത്താവും 2 മക്കളും കിടന്ന് ഉറങ്ങുകയാണ്.
ഞാൻ പറഞ്ഞത് മനുഷ്യനാർക്കും ഇത് സംസാരിക്കാൻ പറ്റില്ലല്ലോ ദൈവമേ, ഇത് ദൈവമാണോ എന്നോട് സംസാരിച്ചത്, ഇത് മനുഷ്യനല്ല, മനുഷ്യർക്ക് ആർക്കും ഞാൻ എന്നോട് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരുന്നിട്ട് വീണ്ടും ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചിട്ട് വീണ്ടും ഞാൻ കിടന്നുറങ്ങി. അന്ന് 2 മണിയായി, രാത്രി 2 മണിയായി. വീണ്ടും പ്രഭാതത്തിൽ ഞാൻ കണ്ണു തുറന്ന ഉടനെ എന്റെ ഹൃദയത്തിനോട് സംസാരിക്കുന്നു, നീ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കാന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് രക്ഷപ്പെടാൻ, മരിച്ചാൽ എനിക്ക് നിത്യതയിൽ പോകണം, സ്വർഗത്തിൽ പോകണം. കാരണം നീതിയും ന്യായത്തെയും കുറിച്ചൊക്കെ കർത്താവിന്റെ രാജ്യത്തെ നീതിയെയും കുറിച്ച് ചിന്തിക്കാനല്ലേ ദൈവം പറഞ്ഞു. അന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ഞാൻ ജീവനോട് ഇരിക്കില്ല, മരിച്ചാൽ എനിക്ക് ആ നിത്യതയിൽ എനിക്ക് എത്തണം, അതുകൊണ്ട് ഈ അവസ്ഥയിൽ ഞാൻ പോകില്ല, അതിനുള്ള വഴി ഒരുക്കി തരണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ദൈവം പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പൊ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിനെ വല്ലാതെ അത് പിടിച്ചു കുലുക്കി. കുടുംബവും ഈ അനുഭവം വരണമല്ലോ എന്നുള്ള ഒരു അനുഭവം എന്റെ ചിന്ത എന്റെ ഉള്ളിൽ അത് കടന്നു വന്നു. അപ്പൊ ഞാൻ വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും ദൈവം എന്നോട് സംസാരിക്കാനിടയായിട്ട് അന്ന് മുതൽ ദൈവം എന്നോട് ഓരോ കാര്യം പറയും. എന്നുവെച്ചാൽ ഞാൻ വചനത്തെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഒരു ദിവസം ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഇനി ആരെയും സ്നേഹിക്കണമെന്നില്ല. കിടക്കാൻ സമയത്ത് പറയാ, എനിക്ക് എന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ ഇനി സമയമില്ല, എന്റെ മക്കളെയും ഞാൻ സ്നേഹിക്കില്ല, എനിക്ക് സ്നേഹിക്കാല്ല, എന്റെ ദൈവത്തെ മാത്രമേ ഞാൻ സ്നേഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കിടന്നപ്പോ രാവിലെ എണീറ്റപ്പോ ദൈവം പറഞ്ഞു, നീ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ഈ വചനം ഇവിടെ കല്യാണ വീട്ടിലൊക്കെ വായിച്ചു കേട്ടില്ല, ബൈബിളിനെ കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഇത് ഇവിടെ ബൈബിളിലുള്ള വചനമാണല്ലോ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് എനിക്ക് ഒരു പിടിയുമില്ല. അങ്ങനെ എനിക്ക് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു. അങ്ങനെ പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ദൈവമേ ഈ വചനമാണല്ലോ നീ എന്നോട് സംസാരിച്ചത്, ചിലമ്പൊന്ന് കൈത്താളമോ ഒക്കെ പറഞ്ഞല്ലോ, അത് എവിടെയാണെന്നോ എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് ഭയങ്കര മനസ്സുകൊണ്ട് ഉരുവിയിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്റെ വീട് പൂട്ടിയിട്ടേക്കുക. ഫ്രണ്ടില് ഒരു ചെറിയ സിറ്റ് ഔട്ട് ഉണ്ട്. അവിടെ എന്റെ 15 വർഷത്തിന് മുമ്പ് എന്റെ വിവാഹത്തിന് പങ്കെടുത്ത അപ്പൂപ്പൻ, എന്ന് വെച്ചാൽ എന്റെ അമ്മയുടെ സഹോദരൻ, വന്ന് ഒരു ബൈബിളുമായിട്ട് വെച്ചുകൊണ്ട് ഇറയത്തിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൂപ്പ എങ്ങനെ വന്നു ഇവിടെ, എങ്ങനെ വീട് അറിയായിരുന്നു? അത് ഞാൻ വന്നു മക്കളെ, ഞാനിന്ന് ഫാസ്റ്റിംഗ് ആണ്, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മാത്രം തന്നാ മതി എന്ന് പറഞ്ഞ് വെള്ളം കുടിച്ച്, എന്നിട്ട് നീ സൗഖ്യമായി, നിന്റെ രോഗം സൗഖ്യമാക്കി എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം എന്നോട് സംസാരിച്ചു നിന്റെ വീട്ടിൽ വരാനായിട്ട്, അങ്ങനെ ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഒരു വചനം ദൈവം എന്നോട് സംസാരിച്ചു, എന്റെ അനുഭവങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ പറഞ്ഞു, മക്കൾ ഒരു കാര്യത്തിലും വിഷമിക്കണ്ട, ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കും. അതാണ് ആ ദർശനം ആദ്യം കണ്ടത്. ആ പൂവോടും കായോടും കാച്ചു കിടക്കുന്ന നിന്നിലൂടെ അനേക പ്രവൃത്തികൾ ദൈവം വെളിപ്പെടുത്തും, അതാണ് കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വചനം എനിക്ക് തന്നു. പെട്ടെന്ന് അപ്പൊ എനിക്ക് വചനമൊക്കെ എടുത്ത് തന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും സ്നേഹക്കുറവുണ്ടെങ്കിൽ മാറ്റണം, ഐക്യമായിട്ട് സന്തോഷമായിട്ട് കുടുംബമായി നല്ലതായിട്ട് പോണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഉപദേശമൊക്കെ തന്നിട്ട് അപ്പൻ അങ്ങ് പോകാനായിട്ട് അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. കാരണം ബാക്കി കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നല്ല, എന്റെ കുടുംബത്തിലുള്ള എല്ലാ കാര്യവും പെട്ടെന്ന് വെളുപ്പിനെ എണീറ്റ് എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു ജോലി പോലും. പിന്നെ എനിക്ക് ആലയത്തിൽ പോകണം എന്നുള്ള ഒരു ചിന്ത. അപ്പൊ അതിന്റെ ഇടയിൽ അമ്മ എന്നെ വന്നു. അപ്പൊ അമ്മ പറഞ്ഞു, നിനക്ക് ഇത്രയും സൗഖ്യമായല്ലോ, 7 മാസം കൊണ്ട് സഭ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നിന്റെ അന്ന് പ്രാർത്ഥനയുടെ വിലയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എന്റെ ഭർത്താവ്, ഈ ഇങ്ങനെ അനുഭവം വന്നെങ്കിലും എന്റെ ഈ അസുഖം എനിക്ക് അന്ന് നിലനിന്നിട്ടുണ്ട്. എനിക്ക് ഈ ദൈവശക്തിയൊക്കെ തന്നു, ഉള്ളിനകത്ത് ദൈവം ശക്തമായി നിറച്ച് എന്റെ പുതിയ ഹൃദയം തന്നതുപോലെയൊക്കെ എനിക്ക് തന്നു ദൈവം. ആത്മീയ അനുഭവങ്ങളിലൂടെ ദൈവം ഇങ്ങനെ നടത്തുന്നുവെങ്കിലും എന്റെ ആ അസുഖത്തിനൊരു ശാന്തി വന്നിട്ടില്ല. എനിക്ക് പെട്ടെന്ന് നടക്കാൻ കഴിയില്ല, പെട്ടെന്ന് അങ്ങ് സംസാരിക്കാൻ കഴിയില്ല, ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പോഴേ അമ്മ ഇങ്ങനെ പറഞ്ഞു, നീ എന്തായാലും ചർച്ചിൽ വന്നിട്ട് പോ, അവരൊക്കെ ഇത്രയും ദിവസം പ്രാർത്ഥിച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഭർത്താവിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ ചർച്ചിൽ വിളിക്കണം, അപ്പൊ നീ ഒരു ദിവസം പോയിട്ട് വാന്ന് പറഞ്ഞു. എന്നെ അന്ന് 200 രൂപ, 27 വർഷത്തിന് മുമ്പേ 200 രൂപ എനിക്ക് കാണിക്കാൻ ഇടാനൊക്കെ തന്നു. ചർച്ചിൽ പോയിട്ട് കടന്നു വന്നു. ചർച്ചിൽ പോയ സമയത്ത് അവിടെ അന്ന് ആ തങ്കയും പാസ്റ്റർ തന്നെയാണ് ഉണ്ടായിരുന്നത്. പാസ്റ്റർ ആരാണ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾക്കുള്ളത് ദൈവിക അനുഭവം ദൈവം നിങ്ങൾക്ക് തന്നു, ഇനി നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നേറിക്കൊണ്ടാ മതി എന്ന് പറഞ്ഞു. അപ്പൊ പ്രാർത്ഥിക്കട്ടെ എന്ന് കേട്ടു. എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ അസുഖം അന്നത്തോടെ അവിടെ നിൽക്കുകയായി തീർന്നു. പിന്നെ അസുഖം വന്നില്ല. പിന്നെ ഞാൻ തിരിച്ച് നടന്നപ്പോഴൊക്കെ വേഗത്തിൽ നടന്നിട്ടും തേരി കയറിയിട്ടും ഓടിയിട്ടും ഒന്നും എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷത്തോടെ ആ രോഗം ഒന്നങ്ങ് മാറി.
പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് അറിയണമെന്നൊരു ഭയങ്കര താല്പര്യം. ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങി, വായിച്ചു തുടങ്ങി. പുതിയ നിയമമൊക്കെ ആദ്യം വായിച്ചു തുടങ്ങി. കർത്താവിന്റെ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഭയങ്കരമായ ഒരു ആഴമായ ഒരു അറിവ് എനിക്ക് തന്നു. കാരണം ഞാൻ എന്തെങ്കിലും സംശയം എനിക്കുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങിക്കിടന്നിട്ട് എണീക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കും. ഇല്ലെങ്കിൽ കിടക്കുമ്പോൾ ഒരു വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കും. ഇല്ലെങ്കിൽ ഒരു പാട്ടിലൂടെ ദൈവം എന്നോട് സംസാരിക്കും. അപ്പൊ സംശയങ്ങളെല്ലാം വചനത്തിലൂടെ ദൈവം എനിക്ക് തീർത്തു വരുമായിരുന്നു. ഈ വചനം തരുമ്പോൾ ആ വചനത്തെയും ആസ്പദമാക്കി ഞാൻ പഠിക്കും. പകലിരുന്ന് ബൈബിളിൽ അങ്ങോട്ട് തിരിച്ചും മറിച്ചും എല്ലാം പഠിക്കും. 1000 വചനമല്ല എനിക്ക് തന്നിട്ടുള്ളത്. അത്രയും വചനങ്ങൾ, എനിക്ക് ഇഷ്ടംപോലെ വചനങ്ങളും പാട്ടുകളും ഒക്കെ, ഒരു ഡയറി മുഴുവനും അതാണ് വചനവും പാട്ടുമാണ് തന്നിട്ടുള്ള. എന്ന് വെച്ചാൽ ഒരു വചനം തന്നെ പല ആവർത്തി എന്നെ ബലപ്പെടുത്തുവാനും എന്നെ നിർത്തുവാനും, എന്നെ പ്രതികൂലം വരുമ്പോൾ അതിനെ ജയിക്കുവാനുള്ള വചനങ്ങൾ, ഒരു കഷ്ടത വരുമ്പോൾ അതിനെ ജയിക്കുവാനുള്ള വചനങ്ങൾ, അല്ലെങ്കിൽ പാട്ടുകൾ, ഇങ്ങനെ എല്ലാം ദൈവം തന്നെ നിർത്തിയതാ. അപ്പൊ അത് ഏകദേശം ഒരു ഡയറി നിറഞ്ഞിട്ടുണ്ട്, അതെല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഞാൻ വീണ്ടും ദൈവസന്നിധി ഇങ്ങനെ പ്രാർത്ഥിക്കണം. എനിക്ക് ഓരോ ദിവസം സമയം ബാക്കി എല്ലാ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ദൈവസന്നിധി പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഈ റൂമിൽ തന്നെ, ഞാൻ ഇപ്പൊ ഇരിക്കുന്ന റൂമിൽ തന്നെ ഒരു ചെറിയ ഞാൻ അവിടെ ഇട്ടിരുന്നു. അതിനകത്തിരുന്ന പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും പാടുകയും എല്ലാം ചെയ്തിട്ട് ഞാൻ എണീറ്റ് നടന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത്, എന്നുവെച്ചാൽ രാവിലെ ഇരുന്നതാ, 9 മണിക്ക് മുമ്പേ ഞാൻ ഇരുന്നതാ. 1:30 മണിയാവും. 1:30 മണി വരെ ഞാൻ ആരാധിക്കുക. 1 മണിയൊക്കെ കഴിഞ്ഞപ്പോ 1:15 മണിയായപ്പോ ഞാൻ 1000 പ്രാവശ്യം ഈ റൂമിനകത്തൂടെ നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ കാൽ വയ്ക്കുന്നത് വെള്ളത്തിന്റെ പുറത്ത്, വെള്ളം, എന്റെ പാദം മുങ്ങുന്ന വെള്ളം റൂമിനകത്ത്. അപ്പൊ ഞാൻ ഇതെങ്ങനെ ഈ റൂമിനകത്ത് ഈ വെള്ളം വന്നെന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതെങ്ങനെ ഈ വെള്ളം വന്നു? ഒരു പാത്രമോ ഒരു ഗ്ലാസോ ഞാൻ കുടിക്കാനായിട്ട് ഒരു വെള്ളം എടുത്തൊന്നും വെച്ചിട്ടില്ല. ഇതെങ്ങനെ ഇത്രയും വെള്ളം ഇവിടെ വന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് 2 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അങ്ങനെ ബൈക്ക് വരുന്ന സൗണ്ട് ഞാൻ കേട്ടു. പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, ആരുമില്ലാത്ത സമയത്തൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മക്കളുള്ളപ്പോൾ പ്രാർത്ഥിക്കും, എന്റെ ഭർത്താവുള്ളപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനൊന്നും ഇരിക്കില്ല. അവര് കാണാൻ ബൈബിൾ വായിക്കാനും ഇരിക്കില്ല. അതല്ല എന്റെ സ്വകാര്യതയിൽ ഞാൻ ചെയ്യുന്നത്. കാരണം അവര് വരുമ്പോൾ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടെങ്കിൽ അങ്ങനെ ഒരു ദേഷ്യം വരണ്ടെന്ന് പറഞ്ഞത് അതൊക്കെ ഞാൻ ഒഴിവാക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ സൗണ്ട് കേട്ടു. ഞാൻ ഈ പെട്ടെന്ന് അടുക്കളയിൽ ഒരു വലിയ സ്പോഞ്ച് കിടന്നു, അതിനെ കൊണ്ട് ഒരു പാത്രത്തിനകത്ത്, ഇത്രയുള്ള ഒരു ചരുവത്തിനകത്ത് ഈ വെള്ളമെല്ലാം ഞാൻ കോരി ഒഴിച്ച് വെച്ചിട്ട് ഡോറ് ചെന്ന് തുറന്നു. ഡോറ് അന്ന് ഭർത്താവ് അടുത്ത് വന്ന് ഇവിടെ കട്ടിലിൽ അങ്ങ് കിടന്നു. ഈ വേറെ ജോലിക്ക്, പ്രൈവറ്റ് ജോലിക്ക് പോയിട്ട് വന്നിട്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്, ട്രാൻസ്പോർട്ടിൽ. അങ്ങ് കിടന്നിട്ടാണ് ഭക്ഷണം കഴിച്ചു പോകുന്നത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഈ ചിന്ത, ഈ വെള്ളം ഇവിടെ നിന്ന് വന്നു, ഈ വെള്ളം എങ്ങനെ ഇതിനകത്ത് എത്തി, ആരാണ് ഈ വെള്ളം ഇവിടെ ഒഴിച്ചത്, എങ്ങനെ വന്നു, എനിക്ക് ഇതറിയണം. ഞാൻ ഇങ്ങനെ നിന്ന് ഭയങ്കരമായ വിഷമിച്ച് ദൈവത്തോട് ചോദിച്ചപ്പോ ദൈവം എന്റെ ഉള്ളിൽ ശക്തമായി സംസാരിച്ചു. ആകാശം ദൈവത്തിന്റെ പ്രവൃത്തി വർണ്ണിക്കുന്നു, ആകാശവിധാനം എന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്ന ഒരു വചനം എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് ചിന്ത വന്നു, നല്ല ഒരു ബോധ്യം വന്നു, ദൈവം ഇത് ചെയ്തതാണ്. കാരണം ഞാൻ രാവിലെ തൊട്ടേ ആരാധിക്കണം. എന്ത് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ആരാധിക്കുന്നില്ല, ഒരു വിഷയത്തിന് പരിഹാരത്തിന് വേണ്ടിയല്ല ഞാൻ ആരാധിച്ചത്. എന്റെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആരാധിക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തിന് ഒരു അത്ഭുതം എന്റെ മേൽ എനിക്ക് ചെയ്യണ്ടേ എന്നുള്ള ഒരു ചിന്തയാണ് എന്റെ ഉള്ളിൽ വന്നത്. അങ്ങനെ ദൈവം അത്ഭുതം ചെയ്തതാണ്. അതുപോലെ അങ്ങനെ ഈ അവസ്ഥയിലൊക്കെ ഇങ്ങനെ കടന്നു പോയപ്പോഴും ഒരു ദിവസം ഇങ്ങനെ അഭിഷേകം പ്രാപിച്ചത് ഈ ഭവനത്തിനകത്ത് ഇരുന്നാണ്. കാരണം പ്രാർത്ഥിച്ചുകൊണ്ട സമയത്ത് അന്യഭാഷയോടെ പ്രാർത്ഥിച്ചതൊക്കെ ഈ ഭവനത്തിനകത്തിരുന്നു. കാരണം എനിക്കന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ, വെള്ളിയാഴ്ച വിടത്തില്ല. അപ്പൊ ആലയത്തിൽ ചെന്നിരുന്ന വചനം കേട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമല്ല. അതുകൊണ്ട് ഭവനത്തിൽ തിരുന്ന് തന്നെ പ്രാർത്ഥിക്കും. പ്രാർത്ഥന എന്റെ ഭയങ്കരമായ ഒരു ടേസ്റ്റ് പിടിച്ചുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു, രുചിയായി പോയി. അങ്ങനെ ഒരു പ്രാർത്ഥനയായിപ്പോയി. സമയം വേസ്റ്റ് ആക്കാതെ പ്രാർത്ഥിക്കും. ഒരു 5 മിനിറ്റ് കിട്ടിയാലും ഞാൻ 5 മിനിറ്റും വേസ്റ്റ് ആക്കാതെ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം രാവിലെ തുടങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കാരണം എന്നോട് തന്നെ ഞാൻ പ്രവചിക്കുന്ന ഒരു അനുഭവം, എന്നോട് തന്നെ എനിക്ക് വേണ്ടി പ്രവചിച്ചു. അങ്ങനെ പ്രവചിച്ചിട്ട് ഞാൻ അന്ന് വരെ എനിക്ക് അന്യഭാഷ ലഭിച്ചിട്ടിരുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ 4 മണിയൊക്കെ ആയപ്പോ എന്റെ മക്കൾ സ്കൂളിൽ വിട്ട് വരും. കുറെ എനിക്ക് കോഴികളും പട്ടിയെ കൊണ്ട് അതിനൊന്നും ഭക്ഷണമൊന്നും കൊടുത്തു ഞാനും ആഹാരം പിടിഞ്ഞ്, എനിക്കും ആഹാരം കഴിക്കണമെന്ന ചിന്ത വന്നില്ല. എല്ലാം മറന്നിരുന്ന് പ്രാർത്ഥിച്ചതാണ്. അങ്ങനെ ഞാൻ ഇതിനെല്ലാം കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ തീറ്റ എടുത്തോണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ അന്യഭാഷയിൽ പറഞ്ഞുകൊണ്ട് പോകുന്നു. കാരണം അന്ന് വരെ ഞാൻ പറയാത്ത അന്യഭാഷ എന്റെ ഹൃദയത്തിനകത്ത് നിന്നെ ശക്തമായി അന്യഭാഷയോട് സംസാരിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവം ഇത് അന്യഭാഷയല്ലേ? അതെല്ലാം അവിടെ മുറ്റത്തങ്ങിട്ടിട്ട് ഞാൻ വീണ്ടും ഈ റൂമിനകത്ത് വന്ന് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങി, പ്രാർത്ഥിച്ചു അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിപ്പാടയത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ അന്യഭാഷ പ്രാപിക്കുന്നത് തന്നെ. അപ്പൊ ഇങ്ങനെ ഈ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ, അതിന്റെ ഇടയിൽ ഒരു ദിവസം ഞാനിങ്ങനെ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോ എന്നോട് ദൈവം സംസാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ
ചിന്തിച്ചു, കർത്താവെ, ഞാൻ ഇത്രയും ദൈവത്തെ അനുഭവിക്കുന്നു, അറിയുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവം എന്നോട് ഇടപെടുന്നു, ദൈവം വചനം തരുന്നു, ദൈവം എന്നോട് സംസാരിക്കുന്നു, പല കാര്യങ്ങളെ കുറിച്ചെല്ലാം സംസാരിക്കുന്നു. ഈ ദേശത്ത് ഒരു മനുഷ്യരും ഈ കർത്താവിനെ അറിയുന്നില്ലല്ലോ എന്നൊരു വേദന, ഭയങ്കര ശക്തമായ ഒരു വേദന എന്റെ ഹൃദയത്തിനകത്ത് വന്നു. അപ്പൊ ഹൃദയത്തിനകത്ത് വന്നപ്പോൾ ഒരു സഹോദരി എടുത്ത് എനിക്ക് ദൈവം കാണിച്ചു തന്നു. ചായ ഇട്ടോണ്ട് നിൽക്കുക. ആ സമയത്ത് ഒരു ദർശനം എനിക്ക് കാണിച്ചു തന്നു. ആ സഹോദരിയാണെങ്കിൽ ഇങ്ങനെ ഇടത്തോട്ട് ചരിഞ്ഞ് മുമ്പോട്ട് നിവർന്ന് ഇങ്ങനെ ഉന്തിയാണ് നടക്കുന്നത്. കാരണം ഈ ഫ്രണ്ട് ഇങ്ങ് വരും, വേക്കങ്ങ് പിറകെ പോകും. അങ്ങനെ മറിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന വ്യക്തി, പോലെ മറിഞ്ഞ് നടക്കുന്ന ഒരു സഹോദരിയാണ്. അപ്പൊ ഞാൻ ഈ ചായ എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഓടി അവരെ വീട്ടിൽ, ഇപ്പൊ നമ്മളെ വീട്ടിൽ 2-3 വീടിന്റെ അപ്പുറം, അങ്ങനെ ഓടി അവരോട് ഞാൻ ചെന്ന് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു കൺവെൻഷൻ നടക്കുകയായിരുന്നു. ബ്രദർ സുരേഷ് ബാബുവിന്റെ ഒരു കൺവെൻഷൻ പുത്തരിക്കണ്ടത്ത് നടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് പോയത്, നിങ്ങൾ വരുന്നു? അപ്പൊ ചോദിച്ചു, ഇന്ന് എനിക്ക് വരാനുള്ള ഒരുക്കമൊന്നുമില്ല, നാളെ വരാമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പിറ്റേ ദിവസം എന്നോട് ഈ കൺവെൻഷന് വന്ന്, അന്ന് അവർക്ക് എന്തോ അനുഭവങ്ങളോ വന്നെന്നാണ് തോന്നുന്നത്, പക്ഷെ രോഗസൗഖ്യമൊന്നും വന്നില്ല. പിറ്റേ ആഴ്ച ഞായറാഴ്ച ഞാൻ ആലയത്തിയപ്പോഴും അവരും എന്നോടൊപ്പം ആലയത്തിൽ വന്നു. അവരും ആലയത്തിൽ അങ്ങ് ഉറച്ചു. ഒരു ദിവസം ഇങ്ങനെ ഞങ്ങളിങ്ങനെ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിച്ച് ആലയത്തിൽ വന്ന്, നമ്മുടെ ജീവിതം തന്നെ ഒരു ആലയമാണ്, അല്ലാതെ വേറെ ഒരു ജീവിതം എന്തോ വേറെ എല്ലാം നമ്മളൊക്കെ മറന്നതുപോലെ. ആലയത്തിൽ പോകണം, പ്രാർത്ഥിക്കണം, ഇങ്ങനെ ഒരു ചിന്തയേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം അവർ ആലയത്തിൽ വന്നിട്ട്, അന്ന് ചർച്ചിൽ പാടുന്നത് ഇന്ന് ഞാൻ പാടും ചർച്ചിൽ. അന്ന് ഞാൻ ചർച്ചിൽ ഇങ്ങനെ പാടുമായിരുന്നു, ഞാൻ തന്നെ മൈക്ക് വെച്ച് പാടും. അപ്പൊ ഇങ്ങനെ അവരിങ്ങനെ രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ ഞാൻ ആ മൈക്ക് വെച്ച് ഞാൻ പാടുന്ന ഒരു പാട്ട് അവര് കേട്ടെന്നാ പറയുന്നത്. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം എന്നുള്ളൊരു പാട്ട് ഞാൻ ഉച്ചത്തിൽ പാടുന്നത് പോലെ അവർ ഇങ്ങനെ സ്വപ്നം കണ്ടു എന്നാ. എന്നിട്ട് അവർ ചാടി എണീറ്റ് നിന്നതും അവരെ മറഞ്ഞു നിന്ന് അവർ നിഴലങ്ങ് നേരെ നിന്നു. അപ്പൊ അവരിങ്ങനെ, അല്ലെങ്കിൽ അവര് നടക്കുമ്പോൾ നിഴല് മറിഞ്ഞാണ് പോകുന്നത്. അപ്പൊ അവരിങ്ങനെ റൂമിനകത്തൂടെ എല്ലാം ഓടി എന്റെ നിഴല് നേരെ പോകുന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഓടിയിട്ട് ഭർത്താവിനെ വിളിച്ചുണർത്തി പറഞ്ഞു, അയ്യോ ചേട്ടാ, എന്റെ കൂനെല്ലാം മാറി, ഞാനിതാ നേരെയായി, എനിക്ക് സുഖം തന്നു. നിനക്ക് സുഖം തന്നോ? നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ അവര് പള്ളിയിൽ, ചർച്ചിൽ അവര് ആക്റ്റീവായി എന്നോടൊപ്പം അവരിന്നും നടക്കുകയാണ്, ഇന്നും നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ദൈവം എനിക്ക് തന്നു. തന്നിട്ട് ഒരു ദിവസം എന്നോട് സംസാരിച്ചു. ഇങ്ങനെ നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പോകുമ്പോ ദൈവം എന്നോട് സംസാരിച്ചു, നീ സ്നാനപ്പെട്ട്, ഒരു ദിവസം രാവിലെ ഞാൻ എണീറ്റപ്പോ എന്നോട് സംസാരിക്കുകയാണ്, നീ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് എന്റെ വേല ചെയ്യാൻ. അപ്പോൾ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് എന്റെ വേല ചെയ്യാൻ പറഞ്ഞപ്പോ ഞാനിങ്ങനെ എന്റെ ഭർത്താവിനോട് വിളിച്ചുണർത്തി പറഞ്ഞു, എന്ത് ദൈവം എന്നോട് സംസാരിക്കുമോ എന്റെ ഭർത്താവിനോട് ഞാൻ പറയും. അപ്പൊ അന്ന് ദൈവം എന്നോട് സംസാരിച്ചത്, സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വേല ചെയ്യാൻ പറഞ്ഞു. ഇതും ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു. അപ്പൊ കേട്ടിട്ട് അങ്ങ് വീഴ്ന്നു കിടന്നു. അപ്പൊ അതിനു മുമ്പായിട്ട് ചില കാര്യങ്ങൾ എന്റെ ഭവനത്തിനകത്ത് ദൈവം ചെയ്തു. ഞാനൊരു ഈ മീറ്റിങ്ങിന് ബ്രദർ സുരേഷ് ബാബുവിന്റെ മീറ്റിങ്ങിന് പോയപ്പോ അവിടെ ഇരുന്ന് ഞാനിങ്ങനെ എഴുതിയിട്ട്, എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറണമെന്നുള്ള ഒരു കുറിപ്പ് അവിടെ എഴുതിയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാനിങ്ങനെ സ്പഷ്ടമായിട്ടൊരു ദർശനം കാണുകയാണ്. എന്റെ ഭർത്താവിന്റെ വലത് ഭാഗത്ത് ഒരു ദൈവദൂതനെ ഉയരെന്ന് ഇങ്ങനെ ഇറക്കി വിടുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. അപ്പൊ തിരിച്ച് ഞാനിങ്ങനെ ആരാധന എല്ലാം കഴിഞ്ഞ് രാത്രിയായി, 9 മണിയായി, ഞങ്ങൾ 2-3 പേരൂടെ പോയതാണ്. തിരിച്ച് എന്റെ ഭവനത്തിനകത്ത് വന്നപ്പോ എന്റെ ഭർത്താവ് മദ്യപിച്ച് അങ്ങനെ നിൽക്കുക. അപ്പൊ ഞാനിങ്ങനെ ഒന്നും മിണ്ടിയില്ല. അപ്പൊ എന്നോട്, നീ എന്താ സംസാരിക്കാത്തതുകൊണ്ട്? ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ പ്രാർത്ഥിച്ച്, രാത്രിയും പ്രാർത്ഥിച്ച്, പ്രഭാതത്തിൽ പ്രാർത്ഥന, അന്നൊക്കെ രാത്രിയൊക്കെ സമയം കൂടുതൽ പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം എന്നോട് സംസാരിച്ചു, മദ്യപാനം മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ ഒറ്റ വാക്ക് പറഞ്ഞു, മദ്യപാനം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വിശ്വാസം വന്നില്ല. എന്നുവെച്ചാ 15 വർഷം കൊണ്ട് ഞാൻ കാണുന്ന ഇത് ഒറ്റ നിമിഷം കൊണ്ട് മദ്യപാനം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ഞാൻ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, എന്റെ കുടുംബത്തിൽ നിന്ന് മാറ്റിത്തരണം, എനിക്ക് ഇനി ചേർന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ദൈവം എനിക്ക് മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ് ശക്തമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. അപ്പോഴും ദൈവം എന്നോട് സംസാരിക്കുന്നത്, മദ്യപാനം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിനകത്ത് ആ ദൈവദൂതനെ ഇറങ്ങിയ ഒരു കാഴ്ച കണ്ടല്ലോ, അതും ഒരു വിശ്വാസമായിട്ട് എന്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് ഒരു ദർശനം കൂടെ എനിക്ക് തന്ന, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഒരു ദർശനം കാണുന്നത്, എന്റെ ഭവനത്തിനകത്ത് അന്ന് അതിനുള്ള ബോധങ്ങളും അറിവൊന്നും ഇല്ല നമുക്ക്. ഭയങ്കര ഭംഗിയുള്ള മദ്യക്കുപ്പികളൊക്കെ എന്റെ വീടിനകത്ത് ഉണ്ടായിരുന്നു, ഷോക്കേസിലൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അടിച്ച് പൊട്ടിച്ച് ഞാൻ കളയുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് എന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇനി കുടിക്കരുത്, ദൈവം ദോഷം ചെയ്യും, ദൈവദൂതനെ വലത് ഭാഗത്ത് വിടണം ഞാൻ കണ്ട്, ഇനി മദ്യപിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറയും,
എന്റെ പൈസക്കല്ലേ ഞാൻ കുടി, നിനക്ക് കുടിച്ചതുകൊണ്ട് ദോഷമൊന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറയും. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് മദ്യക്കുപ്പികളെല്ലാം അടിച്ചുടച്ച് എല്ലാം അങ്ങ് കളഞ്ഞു, ക്ലീൻ ആക്കി, വീട് ക്ലീൻ ആക്കി. എന്നിട്ട് ഇന്ന് ആവട്ടെന്ന് പറയും. എന്നിട്ട് പോവും, കുടിക്കാനായിട്ട് പോവും. പക്ഷെ അങ്ങ് എത്തുന്നതിന് മുമ്പേ ആള് തിരിച്ചു വരും, ഓടി വരും, ഒപ്രാളപ്പെട്ട് വരും, വയറിനകത്തൊരു വേദനയായിട്ട് തിരിച്ചു വരും, ഭയങ്കര വേദനയായിട്ട് തിരിച്ചു വരും. എന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അന്ന് പോവും, തിരിച്ചു വരും. അപ്പൊ ഞാൻ 2 മാസമായപ്പോ ഞാൻ പറഞ്ഞു, ഇനി ഒരു തീരുമാനം എടുക്കും. ദൈവമാണ് ഇത് മാറ്റി തന്നത്, മനുഷ്യനല്ല. അതുകൊണ്ട് ദൈവദൂതൻ എവിടുന്ന കണ്ട് ദോഷം ചെയ്യും. അതുകൊണ്ട് തീരുമാനം എടുക്കും. ദൈവസന്നിധിയിൽ തീരുമാനം എടുത്ത് കാണുമായിരിക്കും. അന്ന് 27 വർഷത്തിന് മുമ്പേ ദൈവം മാറ്റി, ഇന്നുവരെയും ആ ഭാഗത്തോട്ടില്ല. അങ്ങനെ ഒരു സ്വസ്ഥത ദൈവം എനിക്ക് തന്നു, ദൈവം തന്നു. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും, ഭവനത്തിനകത്തുള്ള കാര്യങ്ങളെല്ലാം ദൈവം ഓരോ കാര്യങ്ങളും എന്നോട് പറഞ്ഞ് ചെയ്യിക്കണം. അപ്പോഴതെല്ലാം വിശ്വാസം, അദ്ദേഹത്തിന്റെ ഉള്ളിനകത്തൊരു വിശ്വാസം വർധന ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവസ്ഥയ്ക്കൊക്കെ ഒരുപാട് മാറ്റം വന്നു. കുടുംബത്തിനകത്തുള്ള പിണക്കങ്ങളും വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളും അങ്ങനെയുള്ള സാമ്പത്തിക മേഖലയിൽ ഒരു വ്യത്യാസം വന്നു. കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും പൈസ നമ്മുടെ കയ്യിൽ വന്നാല് പിന്നെ എനിക്ക് അസുഖം വരും. പിന്നെ ഈ അസുഖമെല്ലാം, ഈ പൈസ എല്ലാം ഹോസ്പിറ്റലിൽ കൊടുത്തതിന് ശേഷമാണ് അത് ഒതുങ്ങുള്ളൂ. എനിക്ക് തന്നെ കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നത് എന്തെങ്കിലുമൊക്കെ. അപ്പൊ പിന്നെ നമുക്ക് അന്ന് ഒരു 3-4 ഓട്ടോറിക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഓരോ ദിവസവും നഷ്ടമാണ്. ഒന്നിൽ അവർ കൊണ്ടുവച്ച് ഇടിക്കും, ഇല്ലെങ്കിൽ പോലീസ് പിടിക്കും, ഇല്ലെങ്കിൽ അവർ മദ്യപിച്ച് കിടക്കും, അങ്ങനെ വണ്ടി ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം, എന്നും പണിയും ബഹളവും ബുദ്ധിമുട്ടും. അതെല്ലാം വീണ്ടും കയറി, വീണ്ടും അതെല്ലാം കളഞ്ഞിട്ട് വീണ്ടും കുറെ ഇതുപോലെ വണ്ടികളൊക്കെ എടുത്തിട്ട് കുറച്ചുകൂടെ ഡെവലപ്പ് ആക്കി ദൈവം അങ്ങ് തീർത്തു കുറെ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോ എന്റെ ഭർത്താവിന്റെ ഉള്ളിനകത്ത് ആ വ്യത്യാസങ്ങളുണ്ട്. ഇതെല്ലാം പെട്ടെന്ന് ദൈവം ചില കാര്യങ്ങൾ എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തു തന്നതാ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് ഇന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വേല ചെയ്യാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ എന്തോ സംഭവിച്ചതുപോലെ കിടന്നു. അപ്പൊ എന്റെ ഉള്ളിനകത്ത് ഈ സ്നാനപ്പെടണം എന്നൊരു ചിന്ത വന്നെന്ന് പറഞ്ഞാൽ, ഒരു പാസ്റ്റർ, ഞാൻ പറഞ്ഞില്ല തങ്കയം പാസ്റ്ററാണ് അവിടെ ആയിരുന്നത്, ഒരു പാസ്റ്ററോ ആരോ എന്നോട് സ്നാനപ്പെടാനായിട്ട് പറഞ്ഞില്ല. അപ്പൊ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ, ഞാൻ ബൈബിള് വായിച്ചപ്പോ എന്റെ മനസ്സിനകത്ത് വിശ്വസിച്ചവരെല്ലാവരും സ്നാനപ്പെട്ടു, തിരുവചനങ്ങൾ വായിക്കുന്നു, വിശ്വസിച്ചവരെ സ്നാനപ്പെട്ടു. അപ്പൊ എനിക്ക് വിശ്വാസം വന്നത് ഇപ്പോഴല്ലേ. ഞാനൊരു സ്നാനം എടുത്തിട്ടുണ്ട് എന്റെ കല്യാണത്തിന് വേണ്ടി കത്തോലിക്ക സഭയിൽ ചേരാൻ, എന്റെ ഭർത്താവിനോട് ചേരാനായിട്ട് ഞാൻ അപ്പോഴൊരു സ്നാനം എടുത്തു വിവാഹ സമയത്ത്. അതല്ലല്ലോ ബൈബിളിൽ പറയുന്നത്. വിശ്വസിക്കുന്ന കർത്താവിനോട് ചേരാൻ ഒരു സ്നാനം ആവശ്യമാണ്. അപ്പൊ ഞാൻ ഇപ്പോഴാണ് എനിക്ക് വിശ്വാസം കൂടുതലായിട്ട് കടന്നു വന്നത്. കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതും പഠിച്ചതും ഒക്കെ ഞാൻ ഇപ്പോഴാണ്, അനുഭവം പ്രാപിച്ച എനിക്ക് ഇപ്പോഴാണ്. അതുകൊണ്ട് എനിക്ക് സ്നാനപ്പെടണമെന്നൊരു ഭയങ്കരമായ ആഗ്രഹം എന്റെ ഉള്ളിലുണ്ടായിരുന്നു. എങ്ങനെ സ്നാനപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹവും ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം പുതിയ നിയമം വായിച്ചപ്പോഴാണ് എന്റെ ഉള്ളില് ആഴമായ ഒരു അറിവ് ദൈവം എനിക്ക് തന്നത്. കാരണം പുതിയ നിയമം വായിച്ചപ്പോഴൊക്കെ വായിച്ചു തീർന്നത് ഞാൻ എന്റെ അന്ന് 4 പവന്റെ മാല എന്തോണൊക്കെ കിടന്നത് കയ്യിലൊക്കെ, അതെല്ലാം ഊരി ഞാൻ കയ്യിലെടുത്തിട്ട് പ്രശ്നമാവോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ അത് ഇട്ടിട്ട് കുറെ ദിവസം കൂടെ സ്നാനപ്പെടുമ്പോൾ മാറ്റാമല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ അങ്ങനെ പോയി. അപ്പൊ ഈ പുതിയ നിയമം വായിച്ചപ്പോ എനിക്ക് അങ്ങനെ ഒരു ആഴമായി തോന്നൽ വന്നതെന്ന് പറഞ്ഞാൽ, നമുക്കിതെടുത്തുകൊണ്ട് നടക്കാനുള്ള യോഗ്യതയില്ല. നമ്മൾ ജീവിച്ച രീതി വെച്ച് നോക്കുമ്പോൾ ദൈവം ഇത്രത്തോളം നമ്മളെ സ്നേഹിച്ചില്ലേ. ആ ക്രൂശിലൂടെ അല്ലേ കർത്താവ് രക്തമൊഴി തന്റെ ശരീരമെല്ലാം ഒരു ഇതും നോക്കാതെ അടിച്ച് തകർത്ത് തരിപ്പണമായി, ഉഴവുചാല് പോലെയെല്ലാം ശരീരമെല്ലാം ഉഴന്നു ഈ രക്തം ചിന്തിയതാക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ ദേശത്തിന് വേണ്ടി, എല്ലാ ലോകത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു ചിന്ത എന്റെ ഉള്ളിൽ ആഴമായി കടന്നു വന്നു. കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല. കർത്താവ് സകല മഹിമയിൽ ഇരുന്നവൻ ഈ ലോകത്ത് ഇറങ്ങി വന്നിട്ട് ഒന്നുമില്ലാത്തവനെ പോലെ ജീവിച്ചു. നമ്മൾ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരെക്കാളും ഭയങ്കര ശ്രേഷ്ഠത കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്റെ കർത്താവിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് എനിക്ക് ചിന്തിച്ചപ്പോൾ ഇതെല്ലാം ചപ്പും ചവറുമായിട്ട് എനിക്ക് എണ്ണാൻ അപ്പോഴേ അങ്ങ് തോന്നി. ഇതെല്ലാം ചപ്പും ചവറുമാണ്. അപ്പൊ എനിക്ക് സ്നാനപ്പെടണമെന്നൊരു ഭയങ്കരമായി താല്പര്യം. അപ്പൊ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് എന്തായാലും സ്നാനപ്പെടണം. അപ്പൊ പറഞ്ഞ്, നീ സ്നാനപ്പെട്ടോ, പക്ഷെ ആഭരണം ഒന്നും മാറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആഭരണം മാറ്റാതെ ഒരു സ്നാനം ബൈബിളിലില്ല. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ന് വെച്ചാൽ പുറപ്പാട്ടിലും 33 കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് മുതൽ ഇന്നൊരു ഇസ്ലാമിക ആഭരണം ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഭവനത്തിനകത്ത് കൊണ്ടുവരുന്നത് അറപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടും കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് നോക്കുമ്പോൾ, കർത്താവ് ഈ ലോകത്ത് വന്ന് എങ്ങനെ ജീവിച്ചെന്ന് നമുക്ക് നോക്കുമ്പോൾ ഇതൊന്നും വലുതായിട്ട് കാണാനായിട്ട് എനിക്ക് താല്പര്യം. കാരണം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്റെ നാമനിമിത്തം നിങ്ങൾ അപ്പനെയോ അമ്മയോ മക്കളെയോ സഹോദരങ്ങളെയോ നിലങ്ങളെയോ വീടോ വസ്തുവോ എല്ലാം വിട്ടിട്ടുണ്ടെങ്കിൽ 100 മടങ്ങ് തിരിച്ചു തരികയും നിത്യജീവനെ അവകാശമാക്കി തരും എന്ന് കർത്താവ് പറഞ്ഞിട്ട്. അപ്പോ ഈ സ്നാനത്തിൽ ഇങ്ങനെ ഈ അനുഭവത്തിലൂടെ കടന്നു പോവാൻ വേണ്ടി ഉള്ളവരെ
ഈ അനുഭവത്തിലൂടെ ദൈവം എന്ത് ചെയ്യും നടത്തുമെന്ന് എന്റെ മനസ്സിനകത്ത് ഭയങ്കര വിശ്വാസം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ സ്നാനപ്പെടാം, ഇതൊന്നും ഇല്ലാതെ സ്നാനപ്പെട്ടിട്ട് മറ്റുള്ളവരെ പോലെ എനിക്ക് അങ്ങ് ജീവിക്കാമായിരുന്നു, ഒരു പ്രശ്നമില്ലല്ലോ, വീട്ടിലൊരു പ്രശ്നമില്ല. പക്ഷെ ഈ വചനം എന്നിൽ എങ്ങനെ നിറവേറി വരും എന്നാണ് എന്റെ ഉള്ളിൽ. ഇത് എന്റെ വ്യക്തിപരമായ അനുഭവമാണ്. ആഭരണം ധരിക്കുന്നവരോട് എനിക്ക് ബുദ്ധിമുട്ടില്ല, ധരിക്കട്ടെ, അവർ വിമർശിക്കേണ്ട കാര്യവുമില്ല. പക്ഷെ എന്റെ ഉള്ളിനകത്ത് ദൈവം തന്ന ഒരു അറിവെന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം കർത്താവ്, എനിക്ക് ഭയം വന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ആരെ ഭയക്കണമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകിൽ തള്ളിയിടുന്നവനെ നീ ഭയക്കണം, അല്ലാത്തവരെ നീ ഭയക്കേണ്ട കാര്യമില്ല. ദൈവം വചനം തന്നാണ് ദൈവം എന്നെ ഉറപ്പിച്ച് ബലപ്പെടുത്തി കൊണ്ടത്. അതിൽ എന്റെ സ്വന്തം കഴിവുകൊണ്ടോ അല്ല എനിക്ക് അഹങ്കാരം കൊണ്ടോ ഒന്നും ഞാൻ ചെയ്തതല്ല. ഏത് വിഷമം വന്നാലും ഉടനെ തന്നെ ദൈവം എന്നോട് വചനം സംസാരിക്കും, വചനത്തിലൂടെ ദൈവം ഇടപെടുവാനായി തരും. അങ്ങനെയുള്ള ഒരു അറിവെല്ലാം തന്നിട്ടാണ് സ്നാനപ്പെടുവാനായിട്ട് എനിക്ക് ആഗ്രഹം തോന്നിയത്. അപ്പോൾ ഞാനിങ്ങനെ എന്റെ ഭർത്താവ് പറഞ്ഞു, നീ സ്നാനപ്പെട്ടോ, ആഭരണം മാറ്റണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനൊന്നും സ്നാനത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. എന്റെ ഭർത്താവ് തന്നെ എനിക്കൊരു സാരി വാങ്ങാനായിട്ട് കൊണ്ടുപോയി സാരിയൊക്കെ വാങ്ങി തന്നു. പിന്നെ അന്ന് ഞാനിങ്ങനെ ഓർഗൻ വായിക്കും സഭയിൽ. പണ്ട് അന്നത്തെ കാലത്ത് ഞാൻ ഓർഗൻ വായിക്കുമായിരുന്നു. അപ്പൊ ഒരു ചെറിയ ഓർഗൻ വായിച്ചാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഒരു വലിയ ഓർഗനൊക്കെ വാങ്ങി എനിക്ക് സഭയെ കൊണ്ടുവച്ച് തന്നു. അപ്പൊ സ്നാനത്തിന്റെ 3 ദിവസം മുമ്പേ വലിയ ഓർഗനൊക്കെ വാങ്ങി സഭയിൽ കൊണ്ടുവച്ച് തന്നു. അപ്പൊ അവിടെ അന്നത്തെ ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു. ഗസ്റ്റ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെ സഹോദരൻ എന്ന് വെച്ചാൽ SI ആയിട്ട് പെൻഷനായ ഒരു അപ്പനാണ് അന്ന് ഗസ്റ്റ് പാസ്റ്റർ സ്നാനപ്പെടുത്താനായിട്ട് വിളിച്ചിരുന്നത്. അപ്പൊ ചോദിച്ച്, നീ വരൂലേ സ്നാനത്തിനെന്ന് പറഞ്ഞു. നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ ഇഞ്ഞു പോന്നു. അപ്പൊ ഇങ്ങനെ സ്നാനപ്പെട്ടു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോ എല്ലാം ആ പാസ്റ്റർ എന്നോട് പറയും, നീ ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട, നിനക്ക് ഭയങ്കര പ്രതികൂലം വരാൻ പോവേണ്ട, നീ ഇങ്ങനെ ഇരിക്കണ്ട, ചിരിച്ചിരിക്കണ്ട, നിനക്ക് ഭയങ്കര പ്രതികൂലമാണ് മുന്നിലുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലാക്കി എന്തൊരു പ്രതികൂലം വന്നാലും ദൈവം എന്നെ താങ്ങിക്കൊള്ളും എന്നൊരു ഭയങ്കരമായ ഒരു വിശ്വാസം, ഭയങ്കരമായ ഒരു ഉറപ്പാണ് എന്റെ ഹൃദയത്തിനകത്തുള്ളത്. അപ്പോഴങ്ങനെ സ്നാനപ്പെടാനെല്ലാം തീരുമാനിച്ചു. 2 ദിവസത്തിന് മുമ്പേ ഞാനിങ്ങനെ എന്റെ കമ്മലെല്ലാം ഞാൻ ഊരി വെച്ചെന്ന് വെച്ചാൽ വെച്ചു. അപ്പൊ എന്നെ ഓഫീസിന്റെ ഫ്രണ്ട്, പാപ്പനോട് ഡിപ്പോയിലാണെന്ന് ജോലി, ഓഫീസിന്റെ ഫ്രണ്ടിൽ വെച്ച് കൂട്ടുകാരന്മാരൊക്കെ നിൽക്കേ എന്നെ കണ്ട്. അപ്പൊ എന്റെ കമ്മൽ എന്റെ കാത്തിലില്ല. അപ്പോ തിരിച്ച് ഞാനിഞ്ഞ് വരണം മുമ്പേ ആള് വീട്ടിലെത്തി, ബൈക്കിൽ ഇഞ്ഞ് വീട്ടിലെത്തി. പ്രശ്നമായി, കമ്മൽ ഊരിയതുകൊണ്ട് പ്രശ്നം, ആഭരണം മാറ്റാൻ പാടില്ല, നീ സ്നാനപ്പെട്ടു. ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങ് പിണങ്ങി അങ്ങ് മാറി, ആള് മാറി ഇറയത്ത് ചെന്നിരിക്കുകയാണ്, ഭയങ്കര ദേഷ്യത്തിലിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ കട്ടിന്റെ പുറത്ത് ഇങ്ങനെ ഇരുന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീയാണ് എന്നോട് പറഞ്ഞത് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് എന്റെ വേല ചെയ്യാൻ നീയാ പറഞ്ഞത്, സ്നാനം എങ്ങനെയുള്ളതാണെന്ന് നീ എനിക്ക് വ്യക്തമായി കാണിച്ചു തന്നതാ. അപ്പൊ അതുകൊണ്ട് എനിക്കത് ആ നിലവാരത്തിൽ എനിക്ക് സ്നാനപ്പെടണം, ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരാളിനോട് കാര്യം പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ അന്നത്തെ ദർശനം എന്ന് പറഞ്ഞാല് പകൽ വെട്ടത്ത് ഞാൻ ദർശനം കാണും പോലെ കാണും. ഭയങ്കരമായ ഏത് വിഷയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും പകൽ വെട്ടത്ത് സ്പഷ്ടമായിട്ട് ദൈവം എനിക്ക് കാണിച്ചു തരും. കാരണം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വരാം. ബൈബിളൊക്കെ വായിച്ച് രാത്രിയൊക്കെ ബൈബിളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയും പ്രാർത്ഥിക്കുകയും എനിക്ക് ചെറിയൊരു മയക്കം വന്നാൽ എന്റെ ബൾബെല്ലാം 1000 വാട്ട് കത്തും. 1000 വാട്ട് കത്തുന്ന പോലെ പ്രകാശം ഭയങ്കരമായി ചുറ്റിയടിക്കും. എന്നെ ഉണർത്തിയിട്ട് ഞാൻ നോക്കി നിൽക്കുക, ഈ ബൾബിന്റെ പ്രകാശം കുറഞ്ഞു നോർമലായി വരും. അത് എത്രയോ ദിവസം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ക്ഷീണം വരുമ്പോഴും എന്ന് വെച്ചാൽ കൂടുതലും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് രാത്രി കാലങ്ങളിലൊക്കെ. ഒരു ദിവസം ഞാനിങ്ങനെ ദൈവദൂതനാണെന്ന് പറയുന്നില്ല, അത് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററും മോളും കൂടെ എന്റെ മുമ്പിൽ വന്നിട്ട് ഒരു വചനം എടുത്ത് മാറ്റി കാണിച്ചു തന്നു. ഇന്ന് ഇതല്ല വായിക്കേണ്ടത്, ഞാൻ തുടർച്ചയായി വായിച്ചുകൊണ്ടിരുന്നത്, ഇന്ന് ഈ ഭാഗമാണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞ് മറിച്ച് വെച്ചിട്ട് അവർ പോയി. രാത്രി കാണുകയാണ് ഞാൻ. അപ്പോ ആ ഭാഗം പറഞ്ഞാൽ ലൂക്കോസ് 10 മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിനുള്ള ഉപമ, ആ കാര്യം മറിച്ച് തന്നിട്ട് പോയത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കാണുകയാണ്. അപ്പൊ സ്പഷ്ടമായിട്ട് കാണും. എന്ന് വെച്ചാൽ പകൽ വെട്ടത്തിൽ, ഉച്ച നേരത്തെ പകൽ വെട്ടത്തിൽ കാണുന്നത് പോലുള്ള ദർശനങ്ങൾ ഞാൻ കാണും, ഭയങ്കരമായ ദർശനങ്ങൾ കാണും. അപ്പൊ ഇങ്ങനെ അതും ഈ ദർശനം രാത്രി ഞാൻ കാണുകയാണ്, പകൽ വെട്ടത്തിൽ ഞാൻ കാണുകയാണ്. ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇതിനെന്ത് പരിഹാരം എനിക്ക് ചെയ്യാൻ കഴിയും? പെട്ടെന്ന് ഒരു വെള്ള സാരി എന്റെ മുമ്പേ വന്ന് ഇങ്ങനെ വിഴുന്നങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു വെള്ള ഷർട്ട് ഇങ്ങനെ വീഴുന്നിട്ട് എന്റെ ദൈവം പറഞ്ഞു, നീ നിന്റെ ഭർത്താവിന്റെ ഒരു ഷർട്ട് വെച്ച് വെക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിനകത്ത് ഭയങ്കര ഉറപ്പും, ദൈവം കൊണ്ടുതരും, എന്ത് പ്രശ്നം ഉണ്ടായാലും ദൈവം അതിന് മറുപടി ചെയ്യും എന്നുള്ളൊരു. പിറ്റേന്ന് തന്നെ ചെന്ന് ഷർട്ടൊക്കെ വാങ്ങിച്ച് തച്ച് എല്ലാം റെഡിയാക്കിയിട്ടാണ് 3-ന്റെ അന്ന് ഞാൻ സ്നാനത്തിന് പോകുന്നത്. സ്നാനത്തിന് പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ എന്റെ മാലയും ഒരു 4 പവന്റെ വള കൈ കിടന്നു, അതെല്ലാം അങ്ങ് എല്ലാം വെച്ച് മോതിരങ്ങൾ എല്ലാം ഊരി വെച്ചിട്ട് സ്നാനത്തിന് ഇറങ്ങി. അപ്പോ ഭയങ്കര പ്രശ്നമായെന്ന് പറഞ്ഞാൽ ആഭരണം ഒന്നും ഇടാതെ നിനക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. എന്നെ എല്ലാ മുറിയിലൊന്നും വലിച്ചിറക്കി പുറത്തിറക്കി, ഇവിടെ നിൽക്കാൻ പറ്റില്ല.
എല്ലാം ഉപദ്രവിച്ച്. കാരണം ഇത്രയും വിഷമങ്ങളൊക്കെ അനുഭവിച്ചെങ്കിലും ഒരടിയൊന്നും എനിക്ക് തന്ന ശീലമില്ല, തന്നിട്ടില്ല, അങ്ങനെ തന്നില്ല. പക്ഷെ ആള് പാവമാണ്, സ്നേഹവും കാര്യവും ഒക്കെ ഉള്ള മനുഷ്യനാ. പക്ഷെ ഈ അന്ധകാര ശക്തികൾ അവരെയൊക്കെ പലതിലും അകപ്പെടുത്തി കളഞ്ഞു എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. നല്ല മനസാക്ഷിയുള്ള ഒരു ആളാണ്. അപ്പൊ എന്നെ വല്ലാതെ ഉപദ്രവിച്ചിട്ട് വിളിക്കാൻ ഇനി അസഭ്യങ്ങളില്ല, പറയാൻ ഇനി കാര്യങ്ങളൊന്നുമില്ല. അത്രത്തോളം എന്നെ പറയുകയും ചെയ്യുകയും ഉപദ്രവിക്കുകയും എല്ലാം ചെയ്തിട്ട് കക്ഷി തളന്നിട്ട് ഒരു കസേരയിൽ പോയിരിക്കുക. ഇതെല്ലാം ആര് കണ്ടോണ്ടിരിക്കുന്ന അറിയാമോ? എന്നോടൊപ്പം സൗഖ്യമായ സഹോദരി ഫ്രണ്ട് ഇരിക്കുകയാണ് ഇറയത്ത്, സ്നാനത്തിന് പോകാനായിട്ട്. അവര് സ്നാനത്തിന് പോകാനായിട്ട് അവരും അവിടെ ഇരിക്കണം. അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനകത്തുള്ള ബഹളം എല്ലാം അവര് കണ്ടോണ്ടിരിക്കുക. അങ്ങനെ തളർന്ന് എന്റെ ഭർത്താവ് അങ്ങനെ ഇരുന്നപ്പോഴും ദൈവം എന്റെ മനസ്സിനകത്ത് ആ ഷർട്ട് തച്ച് വെക്കുന്ന കാര്യത്തെ പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ കൊണ്ടുവന്നു. ഷർട്ട് വന്ന് വീഴുന്നതും ഷർട്ട് തച്ച് വെക്കണമെന്ന കാര്യം പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഒരു ബലം എന്നിൽ വന്നതുപോലെ വന്ന് ഞാനിങ്ങനെ ഇറങ്ങി സ്നാനത്തിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കടന്നുപോയി. സ്നാനം അവിടെ എല്ലാം ചർച്ചിലെല്ലാ കാര്യങ്ങളും എല്ലാം ഒരുക്കുകയാണ്. അപ്പൊ ആ ഒരുക്കുന്ന സമയത്ത് എന്റെ മനസ്സിനകത്ത് ഭയങ്കരമായ ചിന്തയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും സ്നാനപ്പെട്ട് സന്തോഷത്തോടെ ഭവനത്തിനകത്ത് കടന്നു വന്നു. സന്ധ്യ ആയപ്പോ എന്റെ ഭർത്താവിനെ സമയത്തിന് വരാൻ കണ്ടില്ല. അപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇനിയിപ്പോ എന്ത് ചെയ്തു? അപ്പൊ ഷർട്ടൊന്നും കാണും, കുറച്ച് ഷർട്ടൊന്നും കണ്ടില്ല. അപ്പൊ പിണങ്ങി പോയതാണെന്നുള്ള ചിന്ത വന്നു. എനിക്ക് ഭയങ്കരമായ മനസ്സിനകത്ത് ഭാരവും വിഷമവും ഇതൊക്കെ വന്നിട്ട് ഞാൻ കുറച്ചു നേരം ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കിടന്നപ്പോ ഞാൻ കാണുന്ന കാഴ്ച, എന്റെ മുമ്പിൽ ഭയങ്കരമായ ഒരു മഹാസർപ്പം വന്ന് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പറയുന്നത്, അതുകൊണ്ടാ ഒരെണ്ണം കിടക്കുന്നൊന്ന് പരിഹസിച്ച് എന്നെ പറയുക. പെട്ടെന്ന് ദൈവാത്മാവിനോട് സംസാരിച്ചു, ഇത് പഴയ പാമ്പാണെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എണീറ്റ് പ്രാർത്ഥിച്ച് ശക്തമായി ഇതിനെ ശാസിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ ഭർത്താവ് വന്നു. പിണക്കത്തിൽ തന്നെയാണ്. കിടന്ന സ്ഥലത്ത് ഒരു ദൈവദൂതനെ വിട്ടിരിക്കുന്നത് ഞാൻ കാണുകയും ചെയ്തു. എന്റെ ഭർത്താവിന്റെ തലയ്ക്ക് ഒരു ദൈവദൂതൻ നിൽക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്തുകൊണ്ട് 12 ദിവസം ഇതേ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോവാണ്. അതിനിടെ ദൈവം എന്നോട് സംസാരിക്കേണ്ട എവിടെയൊക്കെ ചെന്ന് പരീക്ഷയിൽ അകപ്പെടാതെ ഇപ്പൊ ഉണർന്നിട്ട് പ്രാർത്ഥിക്കും. കാരണം അല്പം ഞാൻ ഉറങ്ങിപ്പോയ ദൈവം എന്നെ തട്ടി ഉണർത്തി പ്രാർത്ഥിപ്പാനായിട്ടിരിക്കും. ഒരു ദിവസം ഞാനിങ്ങനെ ഉറങ്ങിപ്പോയി എന്നെ എടുത്ത് തറയിലെറിഞ്ഞ് ഞാൻ മുട്ടുകുത്തി വന്ന് ഇരുന്നു. കാരണം എന്നെ വേദനയൊന്നും പെടുത്തില്ല, ഒരു ബോൾ വന്ന് വീഴുന്നത് പോലെ എന്നെ പ്രാർത്ഥിപ്പാനായിട്ട് ദൈവം ഇരുത്തി. അങ്ങനെ അനേക അനുഭവങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ എന്നിട്ട് 11 ദിവസം ഭയങ്കര പ്രശ്നമായി. വീണ്ടും എന്നെ ഭയങ്കരമായി ഉപദ്രവിച്ചു. ഭയങ്കരമായ നല്ല ഇടിയൊക്കെയാണ് തന്നത്. ഇടിയൊക്കെ തന്ന് എന്റെ വിവാഹം നടത്തിയ മാമന്റെ അടുക്ക പോയി, പാസ്റ്റർ അടുക്ക മാമൻ പോയി. അങ്ങനെ വിഷയം പാസ്റ്റർ വിളിച്ച് പറഞ്ഞു, സിസ്റ്ററെ ഭയങ്കര പ്രശ്നമാണ്, നിങ്ങളൊരു കാര്യം ചെയ്ത് തൽക്കാലം എടുത്തിട്ട് ദൈവം എന്തെങ്കിലും ഒരു നീക്കുപോക്ക് നിങ്ങൾക്ക് തരും. അന്ന് ഞാനൊന്നും എടുത്തിട്ടില്ല. പക്ഷെ പിറ്റന്നായപ്പോ വീണ്ടും എന്നോട് ഇടാൻ പറഞ്ഞു. കാരണം കയ്യിലെടുത്ത് തന്നു. അപ്പൊ പിന്നെ ഞാനൊന്ന് ചിന്തിച്ചു, നമ്മൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുന്നു, ഭർത്താവിനെ അനുസരിക്കുന്ന ദൈവവചനം നമ്മൾ വായിക്കുന്നു. അപ്പൊ എന്തായാലും ഭർത്താവ് ഇത്രത്തോളം ചെയ്യാൻ പറയുന്നത് കൊണ്ട് ചെയ്യാം എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ വാങ്ങിയിട്ടു. പക്ഷേ ഇട്ടതോടുകൂടെ എന്റെ അനുഭവത്തിൽ എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ, സ്പഷ്ടമായിട്ട് പകൽ വെട്ടം പോലെ കാണുന്ന ആ ദർശനം എനിക്ക് മങ്ങി. കാണും, പക്ഷെ മങ്ങൽ വെച്ചു. അതിനൊരു മങ്ങൽ വെച്ചു. ദൈവം എന്നോട് സംസാരിക്കും, പക്ഷെ മങ്ങൽ വെച്ചു. ദർശനത്തിനൊരു മങ്ങൽ വെച്ചു. പക്ഷെ എനിക്കതൊരു സന്തോഷമായിട്ടൊന്നും തോന്നിയില്ല. എന്റെ പിന്നെ കുഴപ്പമില്ല, കുടുംബം ഭയങ്കര സന്തോഷമായിട്ട് അങ്ങ് പോവുകയാണ്. ഞാൻ ഒരു വർഷം ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമേ, നീ കാണിച്ചു തന്ന മാതൃകയിൽ എനിക്ക് നിന്റെ വേല ചെയ്യണമെങ്കിൽ നീ എനിക്ക് കാണിച്ചു തന്ന മാതൃകയിൽ എനിക്ക് നിൽക്കണം. കാരണം എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നു, ഞാൻ ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ഒരുത്തൻ മീതെ പണിയുന്നുവെങ്കിൽ താൻ എങ്ങനെ പണിയുന്നു എന്ന് അറിഞ്ഞിട്ട് അതിന് മീതെ എന്ത് ചെയ്യണം? നമ്മൾ പണിയണം. അത് സഭകളിലെ പിതാക്കന്മാർ അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിന്മേൽ വേറെ പണിയാൻ പാടില്ല എന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് അതിന് ആ വചനത്തിനപ്പുറമായിട്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ദൈവസന്നിധി പ്രാർത്ഥിപ്പാനായി തീർന്നു. അങ്ങനെ കറക്റ്റ് ഒരു വർഷം പ്രാർത്ഥിച്ചു. ഒരു വർഷം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ 2001 നവംബർ 4-ാം തീയതി സ്നാനപ്പെടുന്നു. 2002 നവംബർ 4-ാം തീയതി ഇപ്പോൾ എന്റെ അന്നത്തെ അസുഖം വന്നു. ദൈവം മാറ്റിയ അസുഖമാണ്. പ്രാർത്ഥനയെ മാറിയ കൊണ്ടുപോയി രക്ഷയില്ലാതെ ദൈവം മാറ്റി തന്ന അനുഭവമാണ്. 1 മണിക്കൂർ കൊണ്ട് എന്റെ രൂപവും ഭാവവും ഒക്കെ മാറി പഴയ അനുഭവത്തിലോട്ട് വന്നു. ഒരാൾ പിടിച്ചാലേ എനിക്ക് ബാത്റൂമിൽ പോവാനോ എന്നെ ഇവിടത്തുനിന്ന് മാറ്റിയിരുത്തുവാനോ പുറത്തിരുത്തി ഭയങ്കരമായ പ്രശ്നമൊക്കെ എനിക്ക് വന്നു. നാക്കെന്ന് വെച്ചാൽ തിളച്ച വെള്ളം എനിക്ക് കിട്ടിയില്ലെങ്കിൽ നാക്കങ്ങ് താഴെ പോവും. അങ്ങനെയൊക്കെ ഉള്ള തലേ ദിവസമായപ്പോ എന്റെ അമ്മ അവരുടെ മകളെ വീട്ടിൽ പോയി. കാരണം ദൈവം അവരെ നേരത്തെ മാറ്റി. അവരുണ്ടെങ്കിൽ എനിക്ക് അപ്പോഴെപ്പോഴെ വെള്ളം കൊണ്ടുതരും, ചൂടാക്കി കൊണ്ടുതരും. എന്റെ ഭർത്താവിന് ഈ അടുക്കള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അന്ന് ഇത്തിരി എനിക്ക് സംസാരിക്കാനുള്ള ഒരു ഇതായപ്പോ ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ സ്നാനപ്പെട്ട ദിവസമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായ ഒരു ചാട്ടുളി പോലെ അതും കയറി. എന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പം നിന്റെ ആൾക്കാരെല്ലാം എന്നെ പറയുമല്ലോ, ഞാൻ കാരണമല്ല നിനക്ക് അസുഖം വന്നെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ആ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോ രാവിലെ
ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കിത് മാറ്റാനുള്ള ഒരു അവസരമാണ് ഇത് ദൈവം തന്നെങ്കിൽ എനിക്ക് അതിനുള്ള അവസരം തരണമെന്ന് പറഞ്ഞു. ദൈവം എന്നോട് സംസാരിച്ചു, ഈ സമയം ദുഷ്കാലമാകിയാൽ തക്കത്തിൽ ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പോ ഒരു 10 മണിയാകുമ്പോ എന്റെ ഭർത്താവ് റോഡിൽ ഒരു ആവശ്യമായിട്ട് പോകണം. എന്നോട് പറഞ്ഞ്, നിനക്ക് സുഖമില്ലെങ്കിൽ വിളി, ഞാൻ വന്ന് വെള്ളം ചൂടാക്കി തരാന്ന് പറഞ്ഞിട്ട് ആള് പോയി. അന്ന് വിളിക്കാനായിട്ടെന്നാ ഇന്നത്തെ ഫോണല്ല നമുക്ക് അന്നുള്ളത്, 27 വർഷത്തിന് മുമ്പേ. അന്ന് കോഡ്ലെസ് ഫോണാണുള്ളത്. അപ്പൊ കോഡ്ലെസ് ഫോൺ കൂടെ കയ്യിലെടുത്തോണ്ട് പോയി, നിനക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ മുട്ടുകുത്തി ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട്, ദൈവമേ ഈ സമയം ദൈവമേ എനിക്ക് തക്കത്തിൽ ഉപയോഗിക്കാൻ കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിളിച്ചു, എനിക്ക് ഒട്ടും സുഖമല്ല, എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഓടി വന്ന്, ഇവിടെ നിന്നാണെന്ന് അറിയില്ല, ഓടി വന്ന് വെള്ളമല്ല പെട്ടെന്ന് ചൂടാക്കി എനിക്ക് കൊണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ആഭരണം മാറ്റിയാൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ രോഗം മാറുമോ, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ മാറ്റുള്ളൂ. അപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞു, ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ രോഗം നിനക്ക് ഇത് മാറ്റിയാ മാറാൻ, ഈ രോഗം മാറുമെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ മാറ്റിക്കോളൂ. സമാധാനത്തോടെ സംസാരിച്ച്. അപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം പറയാൻ അനുവദിക്കാതെ മുമ്പേ ഞാൻ ഇതെല്ലാം മാറ്റി എല്ലാം ഊരിപ്പിറക്കി അങ്ങ് വെച്ചു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, 2-3 മിനിറ്റ് സമയം എനിക്ക് ഈ രോഗം ഉണ്ടായിരുന്നു. 2-3 മിനിറ്റ് സമയം. അതിനുശേഷം അസുഖമൊന്നുമില്ല, വന്നിട്ടില്ല. ഇത് എന്റെ ഭർത്താവിന് ഭയങ്കരമായ വിശ്വാസം വന്നു. അനേകരോടൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, ഇനിയിപ്പോ ആഭരണം മാറ്റിയോണ്ടും കൊണ്ടുപോകില്ല എന്ന്. പിറ്റെന്നെല്ലാം എന്റെ ചെരുപ്പൊക്കെ വാങ്ങി തരാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി സന്തോഷത്തോടെ അന്ന് തുടങ്ങിയ സന്തോഷം. ഈ കാരണത്താൽ ഒരു പ്രശ്നം എന്റെ ഭവനത്തിനകത്ത് വന്നില്ല. ദൈവം അങ്ങ് നടത്തി. അപ്പോ ഈ പിന്നെ 8 വർഷം ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. 8 വർഷം പ്രാർത്ഥിച്ചപ്പാണ് എന്റെ ഭർത്താവിനെ ദൈവസന്നിധി കൊണ്ടുവന്നത്. ഇതിന്റെ ഇടയിൽ എന്റെ മക്കൾ 2 പേര് സ്നാനപ്പെട്ടു. എന്റെ മകളും ചെന്നൈയിലാണ് അവള് എൻട്രൻസ് പഠിച്ചത്. അവിടെ അവള് ആഭരണമൊക്കെ അവള് തന്നെ മാറ്റി രഹസ്യത്തിലൊക്കെ അങ്ങനെയൊക്കെ നടന്നു. ഇവിടെ വന്ന് ഞങ്ങൾ, എന്റെ ഭർത്താവ് അറിയാതെ അവളെ സ്നാനപ്പെടുത്തി, എന്റെ മക്കളുമായിട്ടൊക്കെ സ്നാനപ്പെടുത്തി. അതെല്ലാം സ്നാനം കഴിഞ്ഞു. പക്ഷെ എന്റെ ഭർത്താവ് 2008 ദൈവസന്നിധിയിൽ, അത് പിന്നെ ദേവദാസൻ പറഞ്ഞു, 2007 പകുതിയാകുമ്പോൾ നിങ്ങളെ ഭർത്താവ് ദൈവസന്നിധി വരുമെന്ന് പറഞ്ഞു. അതുപോലെ വന്നു. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം റിട്ടയർഡ് ആവുന്നതിനും 6 മാസത്തിന് മുമ്പേ ലീവ് കൊടുത്തിട്ടൊക്കെ മകളുടെ ഭാഗത്തിന് കുറച്ചുകൂടെ സമ്പാദിക്കണം എന്നുള്ള ഒരു ഇതിന്റെ ഒരു കോറയിൽ സൂപ്പർവൈസറായിട്ട് ജോലിയെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോകാനായിട്ടിരുന്നതിന്റെ പിറ്റേന്ന് രാവിലെ പത്രവാർത്ത വരുന്നു, അനിശ്ചിത കാലത്തേക്ക് കോറയെല്ലാം അടച്ചു വന്നൊരു പത്രവാർത്ത വരുന്നു. പക്ഷെ കക്ഷി വീട്ടിനകത്തായി. ഒന്നും ജോലിക്ക് പോകാനോ അങ്ങനെ ഇരിക്കില്ല. ഞാൻ വെള്ളിയാഴ്ച ഞായറാഴ്ച ആരാധനയ്ക്ക് പോകും. 2ാമത്തെ വെള്ളിയാഴ്ച ഞാൻ ആരാധനയ്ക്ക് കടന്നു പോയപ്പോ എന്നോട് പറയുന്നു, നീ ആരാധനയ്ക്ക് പോകണം, ഞാൻ ഇവിടെ ഇരിക്കുന്നു. നീ അങ്ങ് പോവുകയാണ്, ഞാൻ വീട്ടിൽ ഇരിക്കാനാ. ഞാൻ പറഞ്ഞു, വേണ്ട, എന്റെ ഒപ്പം വന്നോ, ഞങ്ങൾക്ക് ഒരുമിച്ച് ചാലേജിൽ പോവാം, പള്ളിയിൽ പോവാം എന്ന് പറഞ്ഞു. ഇനി പ്രാർത്ഥിക്കാനും കരയാനും ഇല്ല. അത്രയും വർഷം ദൈവസന്നിധി എന്റെ ഭർത്താവ് വരുവാൻ വേണ്ടി ദൈവത്തോട് ഞാൻ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഇങ്ങനെ വെച്ചാൽ അങ്ങനെ വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സംഭവിച്ചിട്ട് വന്നിട്ടില്ല. പിന്നെ ദൈവം ഇറങ്ങി കൊടുത്തു. കർത്താവ് നിന്റെ ഇഷ്ടത്തിന് ദൈവം കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ദൈവം ഇറങ്ങി കൊടുത്തപ്പോഴാണ് ഈ ഒരു അനുഭവത്തിലൂടെ ദൈവം എന്നെ നടത്തിയത്. അപ്പോ ഞായറാഴ്ച ആയപ്പോൾ സന്തോഷത്തോടുകൂടെ എന്നോട് ആലയത്തിൽ വന്നു. ഇന്നും ആലയത്തിൽ വന്ന് ആ സന്തോഷത്തോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. അപ്പൊ ഈ സ്നാനപ്പെട്ടിങ്ങനെ ഒരു വിഷയം കൂടെ ഞാൻ പറഞ്ഞിട്ട് പോവാം. ഈ സ്നാനപ്പെട്ടിങ്ങനെ വന്ന് ആഭരണമൊക്കെ മാറ്റി ഭവനത്തിനകത്ത് വിഷയമായപ്പോ എല്ലാവരും ആകുന്നു. നമ്മൾ സഹോദരങ്ങളൊക്കെ എല്ലാവരും ഐക്യമുള്ളവരാ. എന്റെ ഭർത്താവിന്റെ സഹോദരങ്ങൾ SI ആയിട്ട് പെൻഷനായതാണ് ഒരു സഹോദരൻ. പിന്നെ കോൺട്രാക്ട് വർക്കാണ്. അങ്ങനെ നമ്മൾ 3 പേരും ഇങ്ങനെ വലിയ 3 1/2 ഏക്കർ സ്ഥലത്തിനകത്ത് നമ്മൾ 3 വീട് വെച്ച് അങ്ങനെ ഇരിക്കുന്നവരാ. എല്ലാവരും ഐക്യമാണ്. പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഐക്യമുള്ളവരാണ്. അപ്പൊ ഈ വിഷയം വന്നപ്പോഴും എല്ലാവരും തമ്മിൽ ഒരു ഭയങ്കരമായ അകൽച്ച വന്നു. ഞാനിങ്ങനെ എന്നുവെച്ചാൽ അവരുടെ ചിന്ത, ഞാൻ എന്തോ ചെന്ന് വീഴുന്നു, എന്തോ സംഭവിച്ചു കുടുംബത്തിൽ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ചു. 1-1:30-2 മണി, ഒരു 1:30 ആവും. ഞാൻ എണീറ്റ് ഹാളിൽ ചെന്നിരുന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് എന്റെ നിന്ന് എന്ന് മാറും. ഞാൻ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്ന കാലത്തെ ഞാൻ നിന്ന് അനുഭവിക്കാണ്. ഒരു വാക്കുകൊണ്ട് പോലും എന്നെ താങ്ങി നിർത്താൻ ഒരു വ്യക്തിയില്ല. എനിക്കൊരു ആശ്വാസം വാക്ക് പറയാൻ ആരുമില്ല. കർത്താവിന്റെ സ്നേഹമാണ് എന്നെ ഇന്നുവരെ ഇത് നിർത്തിയിരിക്കുന്നത്. കർത്താവാണ് ഓരോ ദിവസവും എന്നെ സമാധാനപ്പെടുത്തി വഴി നടത്തുന്നത്. ഈ നിന്ന് എന്നും മാറും എന്ന് ദൈവസന്നിധിയിൽ ഭയങ്കരമായി ദൈവത്തോട് പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ ഈ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എന്റെ മുമ്പിൽ കണ്ട ഒരു രൂപം ദൈവം എനിക്ക് ദർശനം കാണിച്ചത് കർത്താവിന്റെ കറക്റ്റ് രൂപം. ഒരു മനുഷ്യന്റെ എന്നുവെച്ചാൽ കർത്താവ് ക്രൂശിൽ കിടക്കുന്ന കറക്റ്റ് രൂപം. അത്രയും പൊക്കവും അത്രയും വണ്ണവും അത്രയും ഹൈറ്റില് കർത്താവ് ഒരു ക്രൂശിൽ ഇങ്ങനെ ക്രൂശിച്ച് നിർത്തിയിരിക്കുക. ജീവനുണ്ട്, മരിച്ചില്ല, ജീവനുണ്ട്. അപ്പൊ ജീവനുള്ള കർത്താവിനെ എനിക്ക് കാണിച്ചു തന്നു. മുൾക്കിരീടം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ണുകൊണ്ട് എന്നെ നോക്കുന്ന എനിക്കറിയാം. എന്നിട്ട് ഈ അല്പവസ്ത്രധാരിയായി ഇവിടെ എല്ലാം ചുമപ്പോടുകൂടിയുള്ള ഭാഗം എല്ലാം പുറത്ത് കാണാൻ നല്ലതായിട്ട്. എന്നിട്ട് ഈ വിലാപ്പുറങ്ങളെല്ലാം
ഓരോ വാരിയല്ലും ഇങ്ങനെ എണ്ണി എണ്ണി കാണിക്കുന്ന ഒരു രീതിയിൽ എന്നെ കാണിച്ചു. പക്ഷെ ഈ വിലാപ്പുറം കാണിച്ചെന്ന് പറഞ്ഞ ഭയങ്കര വെണ്മയുള്ള ശരീരമാണ്. ഒരു വെണ്മയുള്ള മൺപാത്രത്തിന് ഇങ്ങനെയുള്ള ഒരു വെണ്മയില്ല. അത്രത്തോളം വെണ്മയുള്ള ഈ വിലാപ്പുറത്തെ എനിക്ക് എടുത്ത് കാണിച്ചു തന്നിട്ട് എന്നോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചു, ഇതിനേക്കാൾ നിന്ന് നീ അനുഭവിച്ചോന്ന് ചോദിച്ചു. ഞാനങ്ങ് നിലവിളിക്കും പോലെ പറഞ്ഞില്ല കർത്താവ്, ഇതുപോലൊരു നിന്നെന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോഴെല്ലാം ഓരോ വിഷയത്തിനും ദൈവം എനിക്ക് പരിഹാരം തന്നുകൊണ്ടിരിക്കുക. അന്ന് മുതൽ ഇന്ന് വരെ നിന്ന് അനുഭവിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പിന്നെ ഒരു ദിവസം പല വിഷയങ്ങളും വേദനപ്പെട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഫ്രണ്ടില് ഇറയത്ത് കസേരയിൽ ഇരിക്കുകയാണ്, വിഷമിച്ച് ഇങ്ങനെ പാലത്തോട് ആരോട് പറയും. ഇങ്ങനെ ഇരുന്ന സമയത്ത് എന്റെ മുമ്പിൽ ഞാൻ കാണുന്നത് 2 തീർത്തുപോൺ പോലത്തെ കാൽ എന്റെ മുമ്പിൽ നടക്കുക. 2 തീർത്തുപോൺ പോലത്തെ കാൽ ഇങ്ങനെ നടക്കുന്നു. എന്നിട്ട് ഒരു വെള്ളോട്ടിന് സദൃശമായ കാലിങ്ങനെ എന്നെ കാണിച്ചു, ഇങ്ങനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു. വെള്ളോട്ടിന് സദൃശമായി എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ തീയിൽ വച്ചിട്ട് ഒരു ചെറിയ കറുപ്പും ചുവപ്പും ഒരു 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 ഭയങ്കരമായി പഴുത്തിരിക്കുന്ന ഒരു കാലിന്റെ രൂപത്തെ എന്നെ കാണിച്ചു. പക്ഷെ അതോടുകൂടെയൊക്കെ ഞാൻ നീറിയ വിഷയങ്ങൾക്ക് പരിഹാരം തന്നു. ദൈവം എനിക്ക് പരിഹാരം തന്നിട്ട് ദൈവം എന്നെ പരീക്ഷിച്ചിട്ടുണ്ട് സ്വപ്നത്തിലൂടെ. ആ വിഷയങ്ങളെല്ലാം എന്റെ കണ്ണു മുമ്പ് കാണിക്കും. ഞാൻ സംശയത്തോടെ ഞാൻ എണീക്കണമെങ്കിൽ ദൈവം എന്നോട് പറയും, ദൈവം ശാസിച്ചത് സംശയത്തോടെ നീ നോക്കരുതെന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ദൈവം എന്നെ ഭയങ്കരമായ ശക്തമായി നിർത്തുവാനിടയായി തീർന്നത്. ഈ ഇങ്ങനെ അനുഭവത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴെല്ലാം ഇതിന്റെ ഇടയിൽ ദൈവവേലയുടെ ഭാഗത്തും ദൈവം എന്നെ കൊണ്ടെത്തിച്ചു. കാരണം 2003 തൊട്ട് 3 ദൈവം, ഞാൻ 2002 സ്നാനപ്പെട്ട് വേർപെട്ട് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. 2003 ഒരു ഭവനത്തെ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ പോയി സുവിശേഷം പറയാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നിന്ന് അതെല്ലാം വെച്ചിട്ട് ഞാൻ ആ ഭവനത്തിൽ പോയി. അവിടെ പോയപ്പോ തലേ ദിവസം ബൈബിൾ ചുട്ട ഭവനമാണ്. അപ്പൊ ആ ബൈബിൾ ചുട്ട ഭവനത്തിനകത്ത് അവരോട് സുവിശേഷം പറഞ്ഞു. എന്റെ ബൈബിൾ കത്തിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ബൈബിൾ ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞ് ഞാൻ നാളെ പിറ്റേന്ന് കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് ഒരു ബൈബിളുമായി പോയപ്പോ സഹോദരിക്ക് പിന്നെ ഒരു പേടിയും സംശയമായി വന്നു. ഞാനും ഭാരത്തോടെ ഇറങ്ങി, ഇനി എന്ത് ചെയ്യും, കർത്താവ് അയച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞത്. അവിടെ പ്രാർത്ഥിച്ചിട്ട് അപ്പുറത്ത് ഇങ്ങനെ പോയപ്പോ അവിടെ ഒരു 5-6 ഒരു മരണം കഴിഞ്ഞ വീടാ, 2 മാസമായ മക്കൾ എല്ലാവരും കൂടെ ഇരിക്കുക. അപ്പൊ അവരവിടെ കയറി ഞാനിങ്ങനെ ഇരുന്നപ്പോ എന്നെ പരിചയമുള്ള ബന്ധുക്കളാ, അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ ഇരുന്ന സഹോദരി, എന്റെ അനുഭവം അല്ല ഞാൻ പറഞ്ഞു, ആ സഹോദരി പറഞ്ഞു, ചേച്ചി എന്റെ ചെവിക്ക് ഭയങ്കര ചൊറിച്ചിൽ, എത്രയും വർഷം കൊണ്ട് ഞാൻ ചികിത്സിച്ചിട്ട് എനിക്ക് ഭേദമാകുന്നില്ല, ചേച്ചി പ്രാർത്ഥിയില്ല, ഈ ചൊറിച്ചിൽ എനിക്ക് മാറാൻ നമുക്ക് ഇവിടെ ഒരു പ്രാർത്ഥന വെക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം, ചെവി ചൊറിച്ചിൽ മാറണമെങ്കിൽ എന്നെ രാവിലെ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ അവർ വിളിച്ചു, എനിക്ക് ഇതുവരെയും പ്രശ്നം വന്നില്ല ചേച്ചി, നമുക്ക് പ്രാർത്ഥന വയ്ക്കാം. അവിടെ ചെന്ന് ഒരു ആരാധന തുടങ്ങി പ്രാർത്ഥന. കുറെ സഹോദരിമാരെല്ലാം അവിടെ കൂടി വന്നു. ഒരു തലമുറയില്ലാത്ത 6 വർഷം കൊണ്ട് തലമുറയില്ലാതെ അവളെ ഭർത്താവ് അവളെ മാരകമായി ഉപദ്രവിക്കുന്നു, കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് ഉപദ്രവിക്കുന്നു, ഇവിടെ എല്ലാം ഇടിച്ച് കലക്കി ഇതെല്ലാം എനിക്ക് കാണിച്ചു തരും. അങ്ങനെയൊക്കെ വേദനപ്പെടുന്ന ഒരു സഹോദരിക്ക് ദൈവം തലമുറ കൊടുത്തു. ആ കടന്നുപോയി പ്രാർത്ഥന തുടങ്ങിയ ഒരു ഭവനത്തിനകത്ത് ഒരു കൊച്ചിന് എന്നും ജന്നി വരും, പനി വന്നാൽ ജന്നി വരും, ഫിറ്റ്സ് വരും. അപ്പൊ ഹോസ്പിറ്റലാണ് മിക്കവാറും ഒക്കെ. ആ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ശേഷം അവിടെ ഫിറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ആ അസുഖമെല്ലാം ദൈവം മാറ്റി. അങ്ങനെ അനേക അത്ഭുതങ്ങളെല്ലാം അവിടെ ചെയ്തു. അനേകർ ദൈവം, കാരണം കൊറോണ കാലൊക്കെ ആയപ്പോൾ ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവിനെ അറിയാതെയാ. എന്റെ ഭർത്താവ് രക്ഷയിലോട്ട് വന്നില്ല. അപ്പോഴൊന്നും ഞാൻ ഒളിച്ചാണ് ദൈവവേല ചെയ്യുന്നത്. കാരണം എന്റെ ഭർത്താവ് ജോലിക്ക് പോകും. പിന്നെ ജോലിക്ക് പോയ ഒരു സമയമുണ്ട്, ആ സമയത്തിനെ വരുള്ളൂ. ആ സമയമാകുമ്പോൾ ഞാൻ സുവിശേഷം പറയാനോ ഏതെങ്കിലും ഭവനം ദൈവം എടുത്ത് കാണിച്ചു അവിടെ പോകാനോ അവരോടെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ, അങ്ങനെയാണ് ഈ പ്രയർ ഗ്രൂപ്പ് തുടങ്ങിയത്. പക്ഷെ എന്റെ ഭർത്താവ് അവിടെ ജോലി ഒതുങ്ങിയപ്പോ വീട്ടിലായി. കൊറോണ സമയത്ത് എനിക്ക് പിന്നെ ഈ പ്രയറിന് പോകാൻ പറ്റാത്ത, ഒരു ഭവനത്തിനകത്ത് പോകുന്നത് ഇഷ്ടമുള്ള ആളല്ല, അങ്ങനെയൊന്നും പോകുന്നത് ഇഷ്ടപ്പെടില്ല. അപ്പൊ അങ്ങനെ ആ പ്രയർ, പക്ഷെ എല്ലാവരെയും ഞാൻ ആലയത്തിൽ അവരെ ഞാനായിട്ട് അങ്ങനെ വെച്ചേക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്ക് എത്ര കാലം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും എനിക്കല്ല. അതുകൊണ്ട് എല്ലാവരെയും ആലയത്തിൽ അവരെല്ലാം കയറ്റി, അവരെല്ലാവരും സ്നാനപ്പെട്ട്, ഏകദേശം പേര് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ പ്രയർ ഗ്രൂപ്പ് അങ്ങനെ തുടങ്ങി. അവിടെയും ദൈവം അത്ഭുതങ്ങൾ ഒരുപാട് വിവരിക്കുന്നില്ല, കുറെ കാര്യങ്ങൾ ഇനി പറയാനുണ്ട്, അതൊന്നും വിവരിക്കാൻ സമയമല്ല. അപ്പൊ ഇങ്ങനെ വന്നപ്പോ 2015 ആയപ്പോ എനിക്ക് ഒരു അസുഖം വന്നു. കാരണം ഇങ്ങനെ ഒരു കൂട്ടം ജനം എന്റെ പുറകെ ഉണ്ട്. ഞാൻ എന്ത് പറയാ, ഒരു വിശ്വസിക്കാൻ കണക്കാക്കി നിൽക്കുന്നവരുണ്ട്, അങ്ങനെയുണ്ട്. 2015 ആയപ്പോ എനിക്ക് ഭയങ്കരമായ ഒരു അസുഖം എനിക്ക് കടന്നു വന്നു. മരണവും ഞാനുണ്ട് ഭയങ്കരമായി നേർക്ക് നേർ നിൽക്കുന്ന ഒരു അനുഭവം. കാരണം ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ മരണപ്പാട്ടേ വരുള്ളൂ. ഞാൻ കാണുന്ന ദർശനമെല്ലാം മരിച്ചു കിടക്കുന്ന ദർശനങ്ങളും, അങ്ങ് ദൈവരാജ്യ സന്തോഷം തന്നെയാണ് കർത്താവിന്റെ അടുക്ക ചെന്ന് ചേരുന്നത്. പക്ഷെ എന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു, ഈ എന്നെ വിശ്വസിച്ച് ദൈവത്തെ വരച്ച് കാട്ടിക്കൊണ്ടിരിക്കുമ്പോ, ഞാൻ കർത്താവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ
അപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെല്ലാവരും പറയും, പ്രാർത്ഥിക്കുന്ന ചേച്ചിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് ചിലർ പിന്മാറ്റ അവസ്ഥയിൽ പോകാൻ ഇടയുണ്ട്. ചിലർ അവിശ്വാസികളായി മാറാൻ ഇടയുണ്ട്. കർത്താവെ അത് വരരുത് കർത്താവ്, വിശ്വാസത്തിൽ വന്നവരെല്ലാം ദൈവം നിലനിർത്തണം. അതുകൊണ്ട് എന്നെ ഈ ഘട്ടത്തിൽ ദൈവം എന്നെ വിടുവിക്കണം എന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം രാത്രി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ദൈവം ഇടപെട്ടിട്ടുണ്ട്, പാട്ട് തന്നിട്ടുണ്ട്. പക്ഷെ മരണം തന്നെ മുന്നിൽ, മരണം തന്നെ എന്നുള്ള ഉറപ്പ്. അപ്പൊ എന്റെ മകളുടെ ഹസ്ബൻഡിന് അന്ന് അട്ടപ്പാടിയിൽ കുടുംബമായിട്ട് അവരവിടെയായിരുന്നു ജോലി അവിടെയായിരുന്നു. ഇവിടെ വന്നിട്ട് അവൾ പോകാൻ ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടാനും വേണ്ട, കർത്താവ് നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. ദൈവം നിന്നെ നടത്തി. എന്ത് വിഷയത്തിലും ഏത് വിഷയത്തിലും നിങ്ങളെ ദൈവം സൂക്ഷിച്ചോളും. ഞാൻ ഇവിടെ നിന്ന് വേർപെട്ട് പോയാലും നീ ഭാരപ്പെടരുതെന്നല്ല. അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അപ്പൊ അമ്മയുടെ ബോഡി ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു, പെട്ടിയിൽ വെച്ചിരിക്കുന്നത് കണ്ടു. അങ്ങനെ ഞാൻ സഭയിൽ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഉറപ്പാക്കി, എല്ലാവരും കാണയില്ലേ ഇങ്ങനെ. അപ്പൊ അന്ന് രാത്രി ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ദൈവം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ സഭയിലെ ദേവദാസൻ സാവു പാസ്റ്ററൊക്കെ വന്ന്, രതീഷ് പാസ്റ്ററൊക്കെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഒരു ദിവസം രാത്രി കൂടുതലായപ്പോഴും അങ്ങനെയൊക്കെ ഒരു അല്പ ആശ്വാസം വന്നുവെങ്കിലും എനിക്ക് ഈ മരണത്തിൽ നിന്നുള്ള ഒരു പുറത്തു വരൽ വന്നില്ല. അതെനിക്ക് നല്ലോണം അറിയാം, മരണഭീതി എന്നെ ഉണ്ട്, എനിക്കുണ്ട്. അപ്പൊ ഞാൻ ദൈവസന്നിധിയിൽ അന്ന് രാത്രി പ്രാർത്ഥിപ്പാൻ ഒരു കൃപ തന്നു എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഈ രോഗാവസ്ഥയിൽ എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ദൈവം കൃപ നൽകി ശക്തമായി പ്രാർത്ഥിച്ചു. അത് 2 മണിക്കൊക്കെ എണീറ്റ് ഒരു 4-5 മണി വരെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളാണ്. സ്ഥിരം അതൊക്കെ ഉള്ളതാണ്. എല്ലാ രാത്രിയും 2 മണിക്ക് എണീക്കും. 2 മണിക്ക് ദൈവം എന്നെ സംസാരിച്ചതുകൊണ്ട് ആ 2 മണിക്ക് ഞാൻ എണീക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഈക്കിൾ, എന്റെ ജീവിതത്തിൽ വരാത്ത ഈക്കിൾ, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ഈക്കിൾ, എത്ര വെള്ളം കുടിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ശക്തമായ ഒരു ഈക്കിൾ എനിക്ക് വന്നു. അപ്പോൾ ഞാൻ എനിക്ക് ഉറപ്പായി, മരണം ഉറപ്പായി. 1/2 മണിക്കൂർ വരെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടും മാറുന്നില്ല ഈക്കിൾ. പിന്നെ ദൈവത്തിന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്ന് ഇങ്ങനെ കിടന്നു. സെക്കൻഡുള്ളിൽ ഞാൻ ഒരു കാഴ്ച കാണുന്നതെന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിൽ വലിയൊരു തീ ഇങ്ങനെ ഓളി പടരുകയാണ്. സെക്കൻഡുള്ളിൽ ഞാൻ കാണും ഭയങ്കരമായൊരു തീ. ഒരു പുസ്തകം ആരോ എടുത്ത് ഈ തീയിലങ്ങിടുന്ന ഒരു കാഴ്ച. അപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു, ആത്മാവ് സംഹാരകനെ തകർക്കുകയാണ്, അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ ദൈവത്തെ സ്തുതിച്ച് അന്ന് മുതൽ എന്റെ മരണഭീതി എല്ലാം ദൈവം മാറ്റുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ഹല്ലേലൂയ. ഞാനിങ്ങനെ പറഞ്ഞത് ഇതെല്ലാം അനുഭവങ്ങളാണ് പറഞ്ഞത്. ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. ഞാനിങ്ങനെ നമ്മൾ രക്ഷയിലോട്ട് കടന്നു വന്നെങ്കിലും, ഞാൻ രക്ഷിക്കപ്പെട്ട് ഭവനത്തിനകത്ത് കുറെ കാര്യങ്ങളെല്ലാം ചെയ്തുവെങ്കിലും എന്റെ ഭവനത്തിനകത്ത് എന്റെ ഭർത്താവ് പിണങ്ങുമായിരുന്നു കൂടെ. കാരണം ഒരു വിഷയത്തിന് പിണങ്ങിയാ പിന്നെ കുറെ ദിവസം ഭക്ഷണം കഴിക്കില്ല. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഈ വിഷയത്തിന് ഒരു മാറ്റം വരണില്ല, പിണക്കത്തിന് മാറ്റം വരുന്നില്ല. ഒരു ദിവസം പിണങ്ങിപ്പോയി നമ്മൾ എത്ര കരഞ്ഞാലോ എത്ര കൊടുത്താലോ കഴിക്കില്ല. 2 ആഴ്ച വരെ അങ്ങനെ, പിന്നെ ചോദിക്കുമ്പോൾ വന്ന് കഴിക്കും. അങ്ങനെയാണ്, അത് കൂടെ ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവേ ഇതാ ഇന്ന് പിണങ്ങി, ഇതാ പോയി കോരി വെക്കുന്ന ഭക്ഷണം കഴിക്കാതെ പിണങ്ങിപ്പോവും. കർത്താവേ ഇന്നിതാ, അല്ലെങ്കിൽ ഞാൻ കഴിച്ചും മക്കൾക്ക് കൊടുത്ത് ഞാനും കഴിക്കും. അങ്ങനെയാണ്. പക്ഷെ അന്ന് ഞാൻ തീരുമാനിച്ചു, കർത്താവേ ഞാൻ മരിച്ചു പോയാലും ശരിയെന്ന, ഇതിനൊരു പരിഹാരം ദൈവം തരാതെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. 3 ദിവസം പ്രാർത്ഥിച്ചിട്ടും ദൈവം ഒരു അക്ഷരം എന്നോട് മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. ഒരു പാട്ട് തന്നോ വചനം തന്നോ എന്നെ ആശ്വസിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. 3 ദിവസവും ഇതിനകത്ത് അവർക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു, എല്ലാ വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ മുടക്കില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു 4-ാം ദിവസം ഒരു ക്ഷീണം പോലെയൊക്കെ വന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കട്ടിൽ കിടന്നപ്പോ ദൈവം എന്നോട് സംസാരിച്ചു, ദൈവസന്നിധി തന്നല്ലോ പട്ടിണി കിടക്കുന്നത്, സാരമില്ല എന്ന് പറഞ്ഞു. ദൈവസന്നിധി തന്നല്ലോ പട്ടിണി കിടക്കുന്നത്, സാരമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ എന്റെ കഷ്ടങ്ങളും എന്റെ വേദനകളും എല്ലാം നീ അറിയുന്നതാണ്. ഞാൻ എന്ത് ചെയ്താലും, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നതെല്ലാം നീ അറിയുന്നതാണ്. എന്റെ നിരൂപണം പോലും നീ അറിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ ദൈവം എനിക്ക് പരിഹാരം തരാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദർശനം എനിക്ക് ദൈവം എടുത്ത് കാണിച്ചത് ഇങ്ങനെയാണ്. എന്റെ ഭവനത്തിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും, അവരെ കയ്യിൽ കുറെ ഭാണ്ഡങ്ങളുണ്ട്, ചാക്ക് കെട്ടെന്തൊക്കെയാണ്. 2 പേരെ കയ്യിലും ഭാണ്ഡങ്ങൾ ഇങ്ങനെ കക്ഷത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. അവർ 2 പേരും എന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയണ്, ഇനി നമുക്ക് ഈ ഭവനത്തിൽ നിൽക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അവർ ഇവിടം വിട്ട് ദേശം വിട്ട് മാറിപ്പോകുന്ന ഒരു കാഴ്ച കണ്ടു. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെയും ഒരു പിണക്കത്തിന് ഒരു നേരം പോലും ഭക്ഷണം വെടിഞ്ഞ് എന്റെ ഭർത്താവ് ഇരുന്നിട്ടില്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കർത്താവ് ഭയങ്കരമായി എന്റെ ജീവിതത്തിൽ ദൈവം തന്നു. ഓരോ ദിവസവും ദൈവം നടത്തുന്നത് ദൈവത്തിന്റെ അനുഭവങ്ങൾ. ദൈവം നടത്തിയതാണ് ഇത്രയും വിധങ്ങളെല്ലാം. കാരണം ഞാനിങ്ങനെ ചർച്ചിലാണ് ജീവിച്ചത്. അത് ഞാനിങ്ങനെ ഇതൊന്ന് വിടാൻ കാരണം എന്ന് പറഞ്ഞാൽ, ബൈബിൾ വായിച്ചപ്പോൾ അതും ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു, നിങ്ങൾ ഒരു വിഗ്രഹത്തെയും നമസ്കരിക്കരുത്. ആവർത്തന പുസ്തകം 4:16 പറയുന്നു, നിങ്ങൾ രൂപമൊന്നും കണ്ടിട്ടില്ലല്ലോ, ഹോരബിൽ വെച്ച് കണ്ടപ്പോൾ നിങ്ങൾ രൂപമൊന്നും കണ്ടിട്ടില്ലോ, അതുകൊണ്ട് നിങ്ങൾ ഒരാണിന്റെയോ പെണ്ണിന്റെയോ മത്സ്യത്തിന്റെയോ മൃഗത്തിന്റെയോ ഭൂമിയുള്ള യാതൊരു വസ്തുവിന്റെയും ഉണ്ടാക്കി അതിൽ നമസ്കരിച്ച് നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കരുത് എന്ന് ദൈവവചനം പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വഷളത്വത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാറി ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്. പക്ഷെ ഞാനിപ്പോ പറയാമല്ലോ, ഇതെല്ലാം
വീട്ടിലെ സന്തോഷങ്ങൾ തന്നെന്നോ, ഒരു സൗഖ്യം തന്നെന്നോ, ഒരു വാഹനം, എല്ലാ സമൃദ്ധിയും ദൈവം തന്നു. എല്ലാം സമൃദ്ധിയും ദൈവം തന്നു. ഇതൊന്നും തന്നിട്ടല്ല, തന്നത് കൊണ്ടല്ല ദൈവത്തെ ഞാൻ സേവിക്കാൻ. ഒരു നിത്യജീവൻ ഉണ്ടെന്നുള്ള ഒരു ബോധം എന്റെ ഉള്ളിൽ തന്നു. കാരണം നമ്മൾ എല്ലാ മനുഷ്യരുടെയും ഉള്ളിനകത്ത് നിത്യത ദൈവം വച്ചിട്ടുണ്ട്. നമ്മുടെ നിത്യത, നമ്മൾ ഈ ലോകത്തുനിന്ന് മാറുമ്പോൾ നമ്മൾ എവിടെ ഈ നിത്യത കഴിക്കും എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ വിഷയം. ആ നിത്യത കർത്താവിനോടുകൂടെ ആവണമെന്നുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹമാണ് എനിക്കുള്ളത്. അതിനുവേണ്ടി ഈ ലോകത്ത് എന്ത് നഷ്ടപ്പെട്ടാലും ശരി തന്നെ ആ നിത്യത എനിക്ക് അവകാശമാക്കണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹം. അതിനുവേണ്ടി ഒരു ദൈവം ദർശനം തന്നെയെന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഭവനത്തിനകത്ത് ഇറയത്തിരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം ഭയങ്കരമായ ചിന്ത എന്റെ ഉള്ളിൽ വന്നു. കാരണം ഈ ഭവനമൊക്കെ വൃത്തിയാക്കി വെക്കുന്ന ഒരു സ്വഭാവമാണ്. അന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ ചുവരിലൊക്കെ അഴുക്ക്. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ദൈവം വലിയൊരു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അതൊക്കെ ഇതുകൊണ്ട് ഇതൊക്കെ അങ്ങ് നശിച്ചു പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ചിന്തിച്ചതോടും കൂടെ ഒരു നിമിഷം എന്റെ ദൈവം എന്നെ എടുത്തോണ്ട് പോയി. ശരീരം കൂടാതെയാണോ ശരീരത്തോടാണോ എനിക്കറിയില്ല. എന്നെ ഒറ്റ നിമിഷം കൊണ്ട് എന്നെ എടുത്തോണ്ട് പോയിട്ട് ഒറ്റ കാഴ്ച കാണിച്ചു. തങ്ക കട്ടിയുള്ള ചുവരുള്ള ഒരു കെട്ടിടം എനിക്ക് കാണിച്ചത്. ഇത് നിനക്കാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് വീഴുന്നത് പോലെ ഞാൻ കസേരയിൽ നിന്ന് കണ്ണു തുറന്നു ഒറ്റ നിമിഷം കൊണ്ട്. അതുകൊണ്ട് ഈ നിത്യത എനിക്ക് നഷ്ടമാകരുത്. അതുകൊണ്ട് ഇവിടുത്തെ അല്പമൊക്കെ നമ്മൾ വിടാൻ ശ്രമിച്ചാലും, വിടാൻ ആഗ്രഹിച്ചാലും ആ വലിയ നിത്യത നമുക്ക് അവകാശമാക്കണം. അതിനു വേണ്ടിയുള്ള ഒരുക്കത്തോടു കൂടെയാണ്, അതിനുവേണ്ടി എനിക്ക് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ്, ആ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയ ഭവനത്തിൽ എനിക്ക് എത്തണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നും ആത്മീകമായി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കർത്താവിന്റെ കൃപയാല് നമ്മുടെ സംഘടനയുടെ സഭകളിലൊക്കെ ശുശ്രൂഷിക്കാൻ, മെസ്സേജ് കൊടുക്കാനൊക്കെ ദൈവം എന്നെ ബലപ്പെടുത്തി. കാരണം എന്ന് പറഞ്ഞാൽ ഇനി അനുഭവം പറഞ്ഞ ധാരാളമുണ്ട്. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കിയാണ്. അങ്ങനെ വേലയുടെ ഭാഗത്ത് കർത്താവ് എന്നെ ഇന്നുവരെയും ബലപ്പെടുത്തി, ഇന്നുവരെയും പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ജാഗരിക്കുകയും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സഭയ്ക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ കരം കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു പോയി കർത്താവ് ഇത്രത്തോളം എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം ഈ അവസരം ദൈവം എനിക്ക് ഒരുക്കി തന്നതുകൊണ്ട് ഞാൻ വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷി ഇവിടെ ചുരുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ് പ്രിയപ്പെട്ട ആൻറ്റി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഒത്തിരി ദർശനങ്ങൾ, ഒത്തിരി അസാധാരണമാകുന്ന അനുഭവങ്ങളൊക്കെ നൽകിയ ദൈവം ബലപ്പെടുത്തിയത്. കർത്താവ് സംസാരിക്കുന്നവനാ, ഇടപെടുന്നവനാ. നമ്മൾ ആത്മാർത്ഥതയോട് കർത്താവെ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് എല്ലാവരോടും സംസാരിക്കും. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരും. ജീവിതാനുഭവങ്ങളിൽ വ്യത്യാസം വരുത്തും. വിശ്വസ്തയോടുകൂടി ഒന്ന് ജീവിക്കുക, ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ആൻറ്റി അനുഭവിച്ചതുപോലെയുള്ള അതീന്ദ്രിയമാകുന്ന അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകും, നമ്മയും കർത്താവ് നടത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻറ്റി, പ്രധാനപ്പെട്ട എന്തെങ്കിലും ജീവിതാനുഭവങ്ങൾ പറയാൻ ബാക്കിയുണ്ടെങ്കിൽ ചില മിനിറ്റ് എടുത്ത് പറയാം കേട്ടോ. സമയം പോയി നോർത്ത് കട്ട് ചെയ്യാതെ എന്തെങ്കിലും പ്രഷർ കേൾക്കേണ്ടതായിരുന്നു, പക്ഷേ സമയച്ചുരുക്കം കൊണ്ട് മാറ്റിവെച്ചതുണ്ടെങ്കിൽ ചുരുക്കമായിട്ടൊന്ന് പറയാം. ഞാനിങ്ങനെ ദൈവവേലയുടെ ഭാഗത്തൊക്കെ കടന്നു പോകുന്നത്, ഒരു ദിവസം ഞാനിങ്ങനെ ഈ വേലയുടെ ഭാഗത്താക്കിയെങ്കിൽ ദൈവദാസന്മാർ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം എവിടെ ചെന്നും ദൈവ ശുശ്രൂഷിക്കാനും എവിടെ ചെന്നും ദൈവജനം സംസാരിക്കാനും ദൈവം ഒരു കൃപ എനിക്ക് ദൈവം നൽകി. അപ്പൊ ഇങ്ങനെ സഭകളിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം എനിക്ക് ലേഡീസിന്റെ ഭാഗമായിട്ട് ഞായറാഴ്ച ബന്നിയൂർ എന്നൊരു സ്ഥലത്ത് പോകണമായിരുന്നു. കാരണം എന്റെ ഭർത്താവിന് അറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ ഇപ്പോഴറിയാം. കാരണം ഇപ്പൊ എന്റെ വേലയുടെ ഭാഗത്ത് കൊണ്ടാക്കും. എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ദൂരെയൊക്കെ ആണെങ്കിൽ ഞാൻ പറയും വേണ്ട, ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. എന്റെ ഭർത്താവ് നല്ല പ്രായമായി, ഞാൻ ഒറ്റയ്ക്ക് ബസ് കയറി പൊയ്ക്കോളാന്ന് പറയും. അടുത്തൊക്കെ ആണെങ്കിൽ ഈ ലൊക്കേഷനിലൊക്കെ ഒരുപാട് സ്ഥലത്ത് എന്നെ കൊണ്ടാക്കും. അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വേല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരു ഭാഗത്ത് ഞാനിങ്ങനെ ബന്നിയൂർ എന്നൊരു സ്ഥലത്ത്, കാരണം കളിക്കവള കഴിഞ്ഞ് വീണ്ടും പോകണം, ഇത്രയോ രൂപ കൊടുത്ത്. അപ്പോഴവിടെ എല്ലാം ദൈവദാസന്മാരും ദൈവദാസിമാരുമാണ് എന്നെ താങ്ങുന്നത്. അവരൊക്കെ എന്നെ ബസ് കയറി വിടാനും എന്നെ സുരക്ഷിതമായിട്ടൊക്കെ എത്തിക്കാൻ ഞാൻ ഒറ്റയ്ക്കാ. അപ്പൊ ഞാൻ എപ്പോഴും പറയും, ദൈവമേ ഞാൻ ഒറ്റയ്ക്കല്ലേ കർത്താവ് ദൈവവേലയിൽ. അപ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയും, ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പൊ ഒറ്റയ്ക്കൊക്കെ നടന്നു പോകുമ്പോഴൊക്കെ അറിഞ്ഞൂടാത്ത സ്ഥലം ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നീ അറിയാത്ത സ്ഥലത്ത്, നീ കാണാത്ത ദേശത്ത് ഞാൻ നിന്നെ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ അറിയാത്ത ദേശത്തൊക്കെ, ഞാൻ പോകാത്ത സ്ഥലത്തൊക്കെ, കാണാത്ത ആൾക്കാരുടെ അടുക്കലൊക്കെ കർത്താവ് എന്നെ സുവിശേഷ വേലയുമായിട്ട് ദൈവം എന്നെ അയച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ഇതുപോലെ ഞാനിങ്ങനെ അവിടെ വന്നിയൂർ കടന്നു പോകണം. അപ്പൊ കടന്നു പോകുമ്പോൾ ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരു സെക്ഷൻ അന്ന് ശുശ്രൂഷ സൗകര്യമാരുടെ മീറ്റിംഗ് തന്നു. അപ്പൊ അന്ന് അവിടെ കടന്നു പോകണം. അന്ന് ഇവിടെ നിന്ന് 7 മണിക്ക് ഇറങ്ങിയാലേ എനിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ, 10 മണിക്കൊക്കെ.
അപ്പൊ ഇങ്ങനെ ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുന്നത്. പ്രൈവറ്റ് വർക്കിന് എന്റെ ഹസ്ബൻഡ് പോകും. ഈ ഡ്യൂട്ടിയിൽ അല്ലാത്ത സമയത്ത് ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കാൻ, കർത്താവേ പ്രഭാതത്തിൽ എന്റെ ഭർത്താവ് പോകണം, എനിക്ക് ഇങ്ങനെ പോവേണ്ടതാണൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പൊ രാവിലെ 4 മണിക്കൊക്കെ എണീറ്റ് അടുക്കള കാര്യങ്ങളെല്ലാം ചെയ്തെല്ലാം ഒതുക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്റെ ഭർത്താവ് അങ്ങനെ പോണത് ഞാൻ ഇറങ്ങും. പക്ഷെ കർത്താവ് എനിക്ക് തുണയായിട്ട് തന്നു ഇതിലൊക്കെ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പോയി എന്റെ ഭർത്താവ് പോകുന്നത് കണ്ടിട്ട് ഇനി വരില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി ബാഗൊക്കെ എടുത്ത് അങ്ങനെ നിന്നപ്പോ കാണാൻ പോയ എന്റെ ഭർത്താവ് തിരികെ വരിക. റൂമിനകത്ത് വന്നിട്ട് ഞാൻ ഒരു സാധനം എടുത്തില്ല, മറന്നുപോയെന്ന് പറഞ്ഞു. ഞാൻ ഈ പ്രഭാതത്തില് സാരിയൊക്കെ മാറ്റി റെഡിയായി പോകാൻ നിൽക്കുകയാണ്. വന്നയാള് എവിടെ പോകണമെന്ന് പോലും ചോദിച്ചില്ല, എന്നോട് എന്തിനു പോകണമെന്ന് പോലും ചോദിച്ചില്ല, നീ എന്തിനു ഡ്രസ്സ് മാറിയതെന്ന് ചോദിച്ചില്ല. ദൈവം കണ്ണ് നിറച്ച് കളഞ്ഞു. അങ്ങനെ കണ്ണ് നിറച്ചിട്ട് അന്ന് പിന്നെ അങ്ങനെ ആ വിലയ്ക്ക് പോയി. ഇതുപോലെ ഈ ദേശത്തിറങ്ങി പ്രവർത്തിക്കുമ്പോഴും അങ്ങനെ തന്നെ എന്റെ ഭർത്താവിന് അറിയില്ല, ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കൂല. കാരണം ഭവനത്തിലുള്ള കാര്യം അറിയാന്നുള്ള ആരും പറഞ്ഞു കൊടുക്കുകയില്ല. രഹസ്യത്തിലാണ് കർത്താവിന്റെ വേല ചെയ്തത്. ഒരു ദിവസം ഞാനിങ്ങനെ നമ്മൾ ആ മീറ്റിങ്ങിന് കടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ ഭവനത്തിനകത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോ ഒരു മഞ്ഞപ്പൊടിയിലെ ഒരു കവർ ഇങ്ങനെ എനിക്ക് ദർശനം വന്നു. അപ്പോൾ ഞാൻ ഇതൊന്നും പാടിങ്ങനെ ദർശനം, അവിടുത്തെ കാഴ്ചയാണല്ലോ കണ്ടത്, ഈ ദർശനം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ദോഷമായിട്ടും ദൈവം വരുത്തല്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭവനത്തിൽ പോയപ്പോ ആ ഭവനത്തിനകത്ത് ഒരു അവിടെ ഒരു ഫ്രണ്ടിൽ ഒരു കിണറുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് വരേണ്ട സഹോദരിമാരെല്ലാം ഈ കിണറ്റിനകത്ത് നോക്കി നിൽക്കുക. അപ്പൊ നോക്കി നിൽക്കിട്ട് ഞാൻ എന്താണ് കാര്യം, ആന്റി രാവിലെ ഈ ഒരു പാമ്പ് കയറി ഉയര വരും, പിന്നെയും ഇറങ്ങി പോകും, പിന്നെയും കയറി വരും, പിന്നെയും താഴെ പോകും, നമുക്ക് പുറത്ത് പോകാനും കഴിയില്ല, ഇത് വെളിയിൽ പോകുന്നതുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു സഹോദരി മഞ്ഞപ്പൊടി നേർന്നിരിക്കുക. അപ്പൊ അത് മീറ്റിംഗ് വരുന്ന ഒരു സഹോദരി അല്ല, മഞ്ഞപ്പൊടി വെച്ചാ ഇത് സാധനം പോവോ എന്നുള്ള ഒരു ചിന്തയിൽ മഞ്ഞപ്പൊടി നേർന്നതാ. അപ്പൊ ഞാനിങ്ങനെ കുറച്ചു നേരം അവിടെ റൂമിനകത്ത് കയറി നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവരാരും പ്രാർത്ഥനയ്ക്ക് സമയത്ത് കയറിയില്ല, കാരണം അവിടെ നിൽക്കുക പാമ്പിന്റെ കൂടെ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയപ്പോ നോക്കിയപ്പോ കാണാം ഈ പാമ്പ് ഒരു തൊടിയിലിരിക്കുക. ഞാൻ ഒരു പുളിങ്കുരുവിന്റെ ഒരു കല്ലിന്റെ വീതമുള്ള ഒരു കല്ലെടുത്ത് ഈ പാമ്പിനെ ഇങ്ങനെ എറിഞ്ഞത് അതിന്റെ കറക്റ്റ് ശരീരത്തന്നെ കൊണ്ട് ഇത് ചാടി അങ്ങ് വെള്ളത്തിലും ചാടി. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഒരു തൊട്ടി എടുത്ത് കുറെ കയറ് ചുറ്റി അങ്ങ് ഇറക്കി കൊടുത്തു. ഇത് ഇറക്കിയത് ഈ തൊട്ടിയിൽ ഈ പാമ്പങ്ങ് കയറി. നിമിഷം നേരം കൊണ്ട് ഈ പാമ്പ് പുറത്തു വന്നിട്ട് അവിടെ ഒരു സഹോദരനെ വലിച്ച് വെളിയിലിറങ്ങി തീയിട്ട് ചുട്ട് കളഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതം. അപ്പോൾ ആ ദേശം എല്ലാം അങ്ങ് അറിഞ്ഞു. അപ്പൊ ഇങ്ങനെ എന്നുവെച്ചാൽ രാവിലെ തൊട്ട് ഞങ്ങൾ ശ്രമിച്ച കാര്യം 2 മിനിറ്റ് കൊണ്ട് ആന്റി വന്ന് ഇതെല്ലാം ചെയ്തെന്ന്. ഇതൊക്കെ ദൈവത്തിന്റെ കൃപയാൽ സാധിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ കഴിവല്ല, അവിടെ ഒരു മീറ്റിംഗ് നടക്കണം. അപ്പൊ ഇങ്ങനെ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴെല്ലാം കർത്താവ് കൂടെ നിന്നു. കാരണം ഈ കർത്താവ് എന്നോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ സംസാരിക്കുന്നത് എനിക്ക് പിന്നെ ഭയം തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് എന്നോട് സംസാരിക്കുന്നത് എന്നുള്ള ഒരു അറിവ് എനിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുമെന്നോ എന്നുള്ള അറിവില്ല, വിശ്വാസത്തെ വന്ന ഇടയ്ക്ക്. അപ്പൊ ഞാൻ എണീറ്റ് കട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോഴെല്ലാം എന്നോട് ദൈവം എന്റെ സംസാരിക്കും, ചെവിയിൽ സംസാരിക്കും. ഒരാൾ കൂടെ നടന്ന് എന്റെ ചെവിയിൽ ഉറക്കെ സംസാരിക്കും. അപ്പൊ ഞാൻ ദൈവം ഇത് ആരെന്നോട് സംസാരിക്കുന്നത്, പിന്നെ എനിക്ക് ഭയമായി പോയി. ഇതെന്താണ് ഇങ്ങനെ ഞാൻ കേൾക്കുന്നത്, വചനമാണ് കേൾക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു കാര്യമാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്, എന്താ ചിന്തിക്കുക. അപ്പൊ ഒരു ദിവസം ഇങ്ങനെയൊക്കെ സംസാരിക്കും. ഒരു ദിവസം പറയുന്നത് എന്റെ തലമുറയെല്ലാം ഞാൻ അനുഗ്രഹിക്കും, ഉയർത്തും എന്നൊക്കെ എന്റെ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോ ദൈവം എന്നോട് ഉറച്ച് സംസാരിക്കുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കയോട് ഞാൻ നിന്നെ താങ്ങും. ഒരാൾ കൂടെ നടന്ന് എന്നോട് സംസാരിക്കുന്ന ഒരു അനുഭവം. ഒരു ദിവസം പോലെ ഞാനിങ്ങനെ ആഹാരമെല്ലാം പാകം എല്ലാവരും ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടന്നപ്പോ ഞാൻ അല്പസമയം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഹാളില് കസേരയിൽ ഞാൻ ഇരുന്നപ്പോ ഉടനെ എന്നോട് ദൈവം സംസാരിച്ചു, ഭവനത്തിനകത്ത് വലിയൊരു കാർ ആക്സിഡന്റ് നടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അന്ന് കാറൊന്നും ഇല്ല. കാർ ആക്സിഡന്റ്, ഞാൻ ചിന്തിച്ചു നമ്മളെ വീട്ടിൽ കാറിലില്ല, പക്ഷെ നമ്മൾ എവിടെയും പോകുമ്പോഴാണ്. അപ്പൊ എന്റെ ചിന്ത, ഈ കാർ ആക്സിഡന്റ് നടക്കുമ്പോഴേ എന്റെ ഭർത്താവ് ദൈവഭാഗത്ത് വരുമല്ലോ ചിലപ്പോ, അങ്ങനെയൊക്കെ ചിന്ത പോയി. എന്നാലും ഒരു ആക്സിഡന്റ് അല്ലേ, അത് നടക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവസേനി മുട്ടുമടക്കി ദൈവസേനി പ്രാർത്ഥിച്ചു. കുറെ സമയം അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇങ്ങനെ ബെഡിൽ വന്ന് കിടക്കുക. രാത്രി ഒരു 12-12:30 മണിയൊക്കെ ആവും. അപ്പൊ ഞാനിങ്ങനെ വന്ന് കിടക്കുമ്പോ ഒറ്റ നിമിഷം കൊണ്ട് എന്റെ ശരീരത്തെ അങ്ങ് ബ്രീസാക്കി കളഞ്ഞു. അനങ്ങാൻ വയ്യാതെ എന്റെ കൈയെടുക്കാനോ കാലെടുക്കാനോ ഒരു കമ്പി വെച്ച് കെട്ടി കണക്കിങ്ങനെയായി. അപ്പൊ ആയപ്പോ കാണാം. എന്നിട്ട് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചതിന് വലിയ പ്രതികൂലമാണെന്ന് പറഞ്ഞ് ദൈവാത്മാവ് സംസാരിച്ചു. എന്നിട്ട് എന്റെ തലയ്ക്ക് വരെ ഒരു വ്യക്തി കരയുന്ന ഒരു ശബ്ദം. അപ്പൊ ഞാൻ, എന്റെ മോളാണ് ഈ കരയുന്നത്, ഒരു വ്യക്തി, ഒരാൾ കരയുന്നത് പോലെ ഭയങ്കരമായ ഒരു കരച്ചില്. അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഈ പിശാചിനെ നീ ശാസിക്കുന്നു.
ഞാൻ എന്റെ ഹൃദയത്തിനകത്തോണ്ട് കിടന്നുകൊണ്ട് എന്റെ കൈ അനക്കാൻ പറ്റുന്നില്ല, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ പിശാചേ എന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെ ചാടി ഈ ജനല് അപ്പുറം കടന്ന്, കാരണം ഇത് എവിടെ കൂടെ പോകുമല്ലോ, ആത്മജീവിയല്ലേ, അങ്ങ് പുറത്ത് മാറി അങ്ങ് പോകുന്ന കാഴ്ച കണ്ടു. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, വലിയൊരു ആക്സിഡന്റിൽ നിന്നാണ് ദൈവം നിന്നെ രക്ഷിച്ചത്, നീ ദൈവത്തിന്റെ മഹത്വപ്പെടുത്താൻ പറഞ്ഞു. ഇതെല്ലാം നീ കാണിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അപകടങ്ങളും പറയും, പക്ഷെ അപകടങ്ങളും ബേക്കിൽ ഒരു പൈശാചിക സ്വാധീനം ഉണ്ടെന്നുള്ള വ്യക്തത ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നുള്ളത്. ഏത് പ്രതികൂലത്തിന്റെ മധ്യയും കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടെങ്കിൽ അതിനകത്ത് പൈശാചിക സ്വാധീനങ്ങളാണ് ഭയങ്കരമായി മുന്നിട്ട് നിൽക്കുന്നുള്ള കാര്യം നമ്മൾ അറിയില്ല. ഈ ദൈവം ദർശനവും കാഴ്ചപ്പാടും തന്നപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള നല്ല ബോധം തന്നത്. ഒരു ഭവനത്തിനകത്ത് ഒരു പിണക്കവും വഴക്കവും ഉണ്ടെങ്കിൽ അതിന്റെ ബേക്കിൽ ഒരു പൈശാചിക സ്വാധീനം ഉണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ ആരും മറക്കരുത്. ഒരു അപകടത്തിന്റെ ബേക്കിൽ ഒരു പൈശാചിക സ്വാധീനം ഇങ്ങനെ വ്യാപരിക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ ആരും വിട്ടുകളയരുത്. അതിനുവേണ്ടി നമ്മൾ ഇത് ശക്തമായി പ്രാർത്ഥിക്കണം. നമ്മുടെ യാത്രയിലെല്ലാം ഈ പ്രേക്ഷകർ കേൾക്കുന്നെങ്കിൽ തന്നെ അത് വിശ്വാസ ഭവനങ്ങൾ വരാതെ വണ്ണം നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം അന്യഭാഷയിൽ ഹൃദയത്തിനകത്ത് സ്തുതിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ഇടയായി തീരണം. കർത്താവിന്റെ രക്തം കൊണ്ട് നമ്മൾ മുദ്ര വെച്ച് പ്രാർത്ഥിപ്പാൻ ഇടയായി തീരണം. ഞാനിങ്ങനെ വിശ്വാസം മുമ്പോട്ട് കടന്നു വന്നപ്പോഴെല്ലാം ഈ കർത്താവിന്റെ രക്തത്തെയാണ് ഞാൻ രക്തത്തിന്റെ മുമ്പിൽ നിന്ന് പൈശാചിക സ്വാധീനങ്ങൾ ഓടി മറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കോമ്പൗണ്ടിനകത്ത് പുറത്ത് നിൽക്കും, അകത്ത് വരാതെ വണ്ണം ഈ കോമ്പൗണ്ടിന്റെ പുറത്ത് നിന്നുകൊണ്ട് മാറിപ്പോകുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവിന്റെ രക്തം തെളിച്ച് ഞാൻ ഭവനത്തെല്ലാം വിശുദ്ധീകരിക്കും എല്ലാ ദിവസവും. പക്ഷെ അതിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രതികൂലത്തിന് അകപ്പെടുത്താതെ വണ്ണം ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മെ മറയ്ക്കുവാനായി തീരും. പ്രേക്ഷകർക്ക് അതെല്ലാം ഒരു അനുഭവമായി മാറണം എന്ന് ഞാൻ ആഗ്രഹിച്ച് പറഞ്ഞത്. ഞാനിത് അധികമായിട്ടൊന്നും ഇവിടെ പറയുന്ന കാര്യങ്ങളല്ല ഇതൊന്നും, പക്ഷെ കേൾക്കുന്നവർക്ക് വിശ്വാസം വർദ്ധിപ്പാനും അതനുസരിച്ച് മുന്നോട്ട് കടന്നു പോകാൻ വേണ്ടി എല്ലാ ദൈവമക്കളെയും സഹായിക്കട്ടെ. ഞാനിങ്ങനെ ചുരുക്കിയാണ്, നിർത്തുകയാണ്. ദൈവം ധാരാളമായി ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നതാണ്. താങ്ക് യു ആന്റി. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ട് ആന്റിക്ക് തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവിക അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, സൗഖ്യങ്ങൾ അവരുടെ മേലും വെളിപ്പെടട്ടെ. ദൈവം അവരോടും സംസാരിപ്പാൻ ഇടയായി തീരട്ടെ. ആത്മീകമായിട്ട് എങ്ങനെയാണോ ആന്റിയെ ദൈവം നടത്തിയത്, ബലപ്പെടുത്തിയത്, ഉപയോഗിക്കുന്നത്, അതുപോലെ അനേക ദൈവമക്കൾ ഉപയോഗിക്കട്ടെ. ആന്റി തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ നമ്മുടെ വ്യൂവേഴ്സ്. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. അതെ അതെ അതെ. കേൾക്കുന്ന പ്രേക്ഷകര്, നമ്മൾ സമയം വെറുതെ കളയരുത്. ഏത് സമയം നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. ദൈവമായിട്ടൊരു ബന്ധത്തിൽ നമ്മൾ വന്നാൽ ഏത് പ്രതികൂലത്തെയും ജയിക്കുവാൻ ദൈവം കൂടെ ഇരിക്കും. ഞാൻ ദർശനം മങ്ങിയെന്ന് പറഞ്ഞല്ലോ, ദർശനം ഇന്നും കാണും, പക്ഷെ മങ്ങലുണ്ട്. പക്ഷെ ദൈവം ഇന്നും എന്നോട് സംസാരിക്കും. എന്ത് പ്രതികൂലം വന്നാലും ദൈവം എന്നോട് സംസാരിക്കും, ഒരു അനുകൂലം വന്നാലും ദൈവം എന്നോട് സംസാരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ പ്രാർത്ഥന മുടക്കാതെ സമയം മാറിപ്പോകുമായിരിക്കും, പക്ഷെ എന്റെ സമയം കിട്ടുമ്പോഴെല്ലാം ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം. അതുകൊണ്ട് പ്രേക്ഷകർ ആത്മീകമായി മുന്നോട്ട് വളരുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സമയം വേസ്റ്റ് ആക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം. 5 മിനിറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ 5 മിനിറ്റും ദൈവസന്നിധിയിൽ ദൈവമായിട്ട് ബന്ധം സ്ഥാപിച്ചെടുത്താൽ ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കും. ഓരോ ദിവസവും ദൈവം വഴി നടത്തും. പ്രാർത്ഥിക്കാം ദൈവസന്നിധി. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം 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 ചെയ്യുന്നു കർത്താവേ. ഉടബരശീഖനമനമനഹന്തരാധിപക്ഷ സൈരിവിരി വീരബരശീഖനമനമനഹന്തരപക്ഷ സൈരിവിരി വിരിശീഖനമനമന ശൈരിവിരി. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ, ഇതുവരെയും കർത്താവേ ഹല്ലേലൂയ ദൈവം തന്ന അനുഭവങ്ങൾ കർത്താവേ, ദൈവം തന്ന കാഴ്ചപ്പാടുകൾ കർത്താവ് ഹല്ലേലൂയ. ദൈവം എന്നോട് സംസാരിക്കുക ഇടപെടുകയും കർത്താവെ വിടുതൽ തന്ന കാര്യങ്ങളെല്ലാം സംസാരിപ്പാൻ തക്കവണ്ണം ദൈവമേ ഈ ആസാദി TV ചാനലിലൂടെ ദൈവം എനിക്ക് കൃപ തന്നതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. കേൾക്കുന്ന പ്രേക്ഷകരെല്ലാം ദൈവകരം ഏൽപ്പിക്കാൻ കർത്താവ് ഹല്ലേലൂയ. ദൈവമേ, ദൈവത്തിന്റെ കൃപയിൽ എല്ലാവരെയും ബലപ്പെടുത്തണമേ കർത്താവെ. ദൈവമേ, ഈ സാക്ഷ്യം കർത്താവ് ഹല്ലേലൂയ അനേകർക്ക് കർത്താവ് ആത്മീകമായി ഒരു ഉത്തേജനം വരുന്ന ഒരു സാക്ഷ്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണമേ കർത്താവെ. ആത്മീകമായി മുന്നേറുവാൻ തക്കവണ്ണം ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധനാം ദൈവം സഹായിക്കണമേ കർത്താവെ. സ്തുതിക്കുന്നു ഓരോ മക്കളോടും പരിശുദ്ധാത്മ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, കർത്താക്കര കയറാൻ കഴിയാതെ ഭാരപ്പെടുന്ന മക്കളോട് പരിശുദ്ധാത്മാവ് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹല്ലേലൂയ. ദൈവ വിശ്വാസത്തിൽ കർത്താവ് വചനപ്രകാരം നിൽപ്പാൻ തക്കവണ്ണം എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു കർത്താവ് ആ ഭവനത്തിൽ ദൈവമേ കർത്താവെ ഹല്ലേലൂയ ആരാധിച്ചിട്ട് കർത്താവ് അതൊന്നും നഷ്ടമായി പോകാതെ വണ്ണം കർത്താവെ നിത്യതയ്ക്ക് വേണ്ടി കർത്താവ് ഈ ലോകത്ത് വെച്ച് ഒരുങ്ങുവാൻ തക്കവണ്ണം എല്ലാവരെയും അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവകൃപയിൽ അങ്ങ് സൂക്ഷിക്കുകയും വഴിനിർത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ദൈവമേ, സ്തുതിക്കുന്നു കർത്താവ് ഹല്ലേലൂയ. ദൈവമേ, ആ സാധിച്ചാനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇനിയും അനേക സാക്ഷ്യങ്ങൾ പുറത്തു വരുവാൻ തക്കവണ്ണം ദൈവമേ ഈ ചാനൽ ദൈവം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാസ്റ്റർ കർത്താവെ, സാന്റി സിസ്റ്റർ എല്ലാം ദൈവകരം കേൾപ്പിക്കുന്നു, മക്കളെ ദൈവകരം കേൾപ്പിക്കുന്നു കർത്താവെ. ഇതിൽ ആരെല്ലാം ദൈവം ഇതിന്റെ പിന്നമർന്ന് പ്രവർത്തിക്കുന്നു അവരെല്ലാം ദൈവകരം കേൾപ്പിക്കുന്നപ്പാ. ഇതിന്റെ കൃപയിൽ അങ്ങ് സൂക്ഷിക്കണം, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്.
കർത്താവെ ദൈവം ഇനി അധികമായി കർത്താവിന് വേണ്ടി അവർ പ്രയോജനപ്പെടുവാൻ ഇവരുടെ പാഠഭേദങ്ങളെല്ലാം കർത്താവ് ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് ഹാലലിയ അനേകർ കർത്താവെ അതായത് കർത്താവ് ഹാലി ആത്മീയ വർധനയ്ക്ക് കാരണമായി തീരപ്പെടുവാൻ പരിശുദ്ധാത്മാവ് അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസം കാവൽ നാം എല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ ഗിരിയാൻറ്റിയുടെ മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ, തൻ്റെ ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു ആൻറ്റി, നന്ദി പറയുകയാണ് ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വിനിയോഗിച്ചതിൽ. എനിക്കിതിൽ വരാൻ വന്നതിൽ സന്തോഷം. താങ്ക് യു ആൻറ്റി. അതെ, ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുകയാണ്. അനേക ദൈവികമായ അനുഭവങ്ങൾ പങ്കുവച്ചത് തീർച്ചയായും അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹം വിടുതലും കർത്താവ് ആക്കി തീർത്തിരിക്കുന്നു. ദൈവം ആൻറ്റിയെ കുടുംബമായി പിന്നെ അനുഗ്രഹിക്കട്ടെ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you all. Thank you for watching. God bless you all. Have a wonderful time. God bless you.